നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാം സമാഗമന കൂടാരത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ധ്യാനത്തിലായിരുന്നു. അതായത് സമാഗമന കൂടാരത്തെ മുൻനിർത്തി നമ്മൾ അങ്ങനെ ഒരു പഠനത്തിലേക്ക് പ്രവേശിക്കാനുണ്ടായ കാര്യകാരണം എന്ന് പറയുന്നത് ദൈവസഭയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുവാനും ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളിലേക്ക് കടന്നുപോയത്. അത് നമ്മെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളിൽ വളരെ ആനന്ദം നൽകിയിട്ടുള്ളൊരു പഠന വിഷയമാണിത്. വളരെ ആനന്ദം നൽകിയിട്ടുള്ളൊരു പഠന വിഷയമാണ്. അനേക ബോധ്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കപ്പെട്ടത്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ നമ്മൾ അടുത്ത് നിന്ന് കണ്ട ആ ഒരു സമയങ്ങളാണ് ഈ ഒരു ധ്യാനത്തിലൂടെ ലഭിക്കപ്പെട്ടത്. അതുപോലെ അനവധിയായ കാര്യങ്ങൾ, പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ചൊക്കെയുള്ള ശരിയായ ഒരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കപ്പെട്ട പഠനങ്ങളാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയത്. വീണ്ടും നമ്മൾ ഈ ടാബർനാക്കിളിൻ്റെ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിട്ട് 1-2 മാസമായിട്ടുള്ളൂ. അതായത് 5 വർഷം മുമ്പ് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത കാര്യമായി പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 1-2 മാസമായിട്ട് വീണ്ടും നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് കടന്നു വരികയായിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ സ്പർശിക്കാത്ത ഒത്തിരി മേഖലകളുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ സ്പർശിച്ചുകൊണ്ട് ഇതുവരെ ചിന്തിക്കാത്ത മേഖലകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാൻ പാകത്തിനും, അത് തന്നെയല്ല ഒരു റിവിഷൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അതുപോലെ മനുഷ്യരെല്ലാം ഓർത്തിരിക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ച് ഉണർത്താൻ പാകത്തിന് ആളുകളെ, പ്രിയപ്പെട്ടവരെ ഒന്ന് സജ്ജമാക്കാനാണ് ഈ ഒരു ചിന്തയുമായി നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഇതിനിടയിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലും മറ്റ് പല മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ മലയാളക്കരയിലും അതുപോലെ പലയിടങ്ങളിലുമൊക്കെ സീനിയറായിട്ടും ജൂനിയറുമായിട്ടൊക്കെയുള്ള ശുശ്രൂഷകന്മാർ അവരവിടെ കല്ലും കൊണ്ടും മണ്ണും കൊണ്ടും ഒരു കെട്ടിടം പണിതിട്ട് അത് ദൈവത്തിൻ്റെ ആലയമാണ്, അതിൻ്റെ സമർപ്പണം നടത്താൻ പോവുകയാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഉള്ളിൽ വലിയ സങ്കടവും നോവും വരാറുണ്ട്. ഒരിക്കൽ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തി. അതായത് തെക്കൻ കേരളത്തിലുള്ള പ്രസിദ്ധമായ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ വരുന്ന ഒരു ചർച്ച്, അവരുടെ ആ ചർച്ച് ബിൽഡിംഗ് എന്നുള്ള നിലയിൽ അവർ കെട്ടിപ്പൊക്കിയ ആ കെട്ടിടം, അതൊരു മനോഹരമായൊരു ബിൽഡിങ്ങാണ്. അവർ അത് കെട്ടിത്തീർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ട്. പബ്ലിക്കിനെ അത് അറിയിക്കുക എന്നുള്ളത് അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാണല്ലോ. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ സമർപ്പണം എന്നുള്ള നിലയിലാണ് അവരത് അനൗൺസ് ചെയ്തത്. അത് കണ്ട നമ്മൾ അതിനോട് പ്രതികരിച്ചു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. ഈ അരയോപക കുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് സംസാരിച്ചതുപോലെ, പൗലോസിന് അതിലെ മിണ്ടാതെ പോയിട്ട് തിരിച്ചിറങ്ങി പോയാൽ മതി. പക്ഷെ പൗലോസ് അവിടെ നിന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അത്യുന്നതനായ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ലെന്നൊക്കെ. അത് പ്രകോപനപരമായ ഒരു പ്രസ്താവനയാണ്. നിശ്ചയമായും അതൊരു പ്രകോപനപരമായ പ്രസ്താവനയാണ്. പരിജ്ഞാനമില്ലായ്മ കൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞതെന്ന് ഇന്നത്തെ പെന്തിക്കോസ്ത് പറയും. പക്ഷെ ഞാനങ്ങനെ പറയില്ല. പൗലോസ് അവിടെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അത്യുന്നതനായ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. പൗലോസിന് അറിയാവുന്നൊരു പഴയ ചരിത്രമുണ്ട്. ദൈവം വാസം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം, അതായത് ഇസ്രായേലിനെയും ഇസ്രായേലിൽ നിന്ന് വിടുവിച്ച് മുൻപോട്ട് കൊണ്ടുവന്ന കാലത്ത് സമാഗമന കൂടാരത്തിലും, പിന്നീട് അവർ വാഗ്ദത്ത ഭൂമി കടന്നു വന്നപ്പോൾ അങ്ങ് യെബൂസ് നഗരത്തിൽ മോറിയാമലയിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദിനാൽ ലഭിക്കപ്പെട്ട അളവിൽ തൻ്റെ മകനായ ശലോമോൻ അവിടെ ദൈവത്തിന് മഹത്തായ ഒരു ആലയം പണിതു. ആ കാലത്തൊക്കെ വലിയവനായ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അഥവാ മന്ദിരങ്ങളിൽ, ടെമ്പിൾ എന്നുള്ള നിലയിൽ അതിലാണ് വാസം ചെയ്തത്. എന്നാൽ കാലം മാറിയിരിക്കുന്ന ഇത് പുതിയ നിയമ കാലഘട്ടമാണ്. ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ അത്യുന്നതനായ ദൈവം ഈ പറയപ്പെട്ട നിലയിലുള്ള മന്ദിരങ്ങളിലല്ല വാസം ചെയ്യുന്നത്. തൻ്റെ കൈകൊണ്ട് തന്നെ നിർമ്മിച്ച തൻ്റെ മനുഷ്യൻ്റെ ഉള്ളിലാണ് സ്വർഗത്തിലെ ദൈവം വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ഒരു സമർപ്പണത്തിലേക്ക് ആരെല്ലാം വരുന്നോ അവരുടെ ഉള്ളിൽ ത്രിയേകനാം ദൈവം വന്ന് വാസം ചെയ്യുമെന്നുള്ള ഒരു പരസ്യ പ്രസ്താവനയാണ് അവിടെ നടത്തിയത്. അതുപോലെയാണ് എളിയവനായ ഈ ഉള്ളവനും ഈ പറയപ്പെട്ട നിലയിൽ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ സംസാരിച്ചത്. ആരെയും ഹരാസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പാടില്ലായ്മ നിമിത്തമാണ് പ്രിയപ്പെട്ടവർ പറയുന്നത്. അത് ദൈവത്തിൻ്റെ മന്ദിരമല്ല, അത് ദൈവത്തിൻ്റെ ജനത്തിന് ഒത്തുകൂടാൻ വേണ്ടി പണിയപ്പെട്ട മനോഹരമായ ഒരു കെട്ടിടമാണ്. അത്ര മാത്രമേ ഉള്ളൂ അതിന് പ്രസക്തി. അതേസമയം അവിടെ ഒത്തുകൂടുന്ന ആളുകൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ്.
കാറ്റും മഴയും മഞ്ഞും കൊള്ളാതെ ആ കെട്ടിടത്തിൻ്റെ അകത്ത് അതിൻ്റെ റൂഫിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഈ ആളുകൾ അവർ സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ ആട്ടിൻകൂട്ടമാണ് അവിടെ ഇരിക്കുന്നത്. അവരെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മന്ദിരമായി പണിതൊരുക്കണം, സജ്ജമാക്കണം. പിന്നത്തേതിൽ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിൻ്റെ പണിക്ക് വേണ്ടിയ കല്ലുകൾ എന്ന നിലയിൽ അവരെ കല്ലുകൾ എന്ന നിലയിൽ പണിയണം. ഇപ്പോൾ ഈ ഭൂവാസത്തിൽ അവർ ദൈവത്തിൻ്റെ കൂടാരം എന്ന നിലയിൽ വേഗം തന്നെ ആ നിലയിൽ സജ്ജമായി അങ്ങനെ ദൈവസാന്നിധ്യം വഹിച്ചുകൊണ്ട് ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ കല്ലുകൾ എന്നുള്ള നിലയിൽ, അത് ചുമ്മാ കല്ലുകളല്ല, തേജസ്സിൻ്റെ രത്നങ്ങൾ എന്ന നിലയിൽ, ആ നിലയിൽ അത് പണിയപ്പെട്ട് മാറ്റപ്പെട്ട് ഒരുക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അതിനെ ആ നിലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് 5 വിധ ശുശ്രൂഷകരെ ആക്കി വെച്ചിരിക്കുന്നത്. അവരെ കൊല്ലത്തും കൊട്ടാരക്കരയിലും പത്തനാപുരത്തും പുനലൂരും എവിടെയെങ്കിലും 5-6 കല്ലും മണ്ണും ഹോളോ ബ്രിക്സും ഒക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ ആലയം പണിതു എന്ന് പറഞ്ഞ് പുകഴ് പറ്റുവാനല്ല, അതിനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും പണിയണം. അതിപ്പോൾ ചാണകം മെഴിയ തറയിലിരുന്നാലും നോ പ്രോബ്ലം, പുല്ലുമേഞ്ഞ കെട്ടിടത്തിനകത്തിരുന്ന് ആരാധിച്ചാലും നോ പ്രോബ്ലം. പുല്ലുമേഞ്ഞ കെട്ടിടമൊക്കെയാണ് AC പോലെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. AC പോലെയാണെന്ന്. ഈ ആസ്ബസ്റ്റോസോ കോൺക്രീറ്റോ ഒന്നും അല്ലാതെ പുല്ലുമേഞ്ഞ അങ്ങനത്തെ കെട്ടിടമുണ്ടല്ലോ, അതിനകത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ തണുപ്പ് കാലത്ത് ചൂടും ചൂടുകാലത്ത് തണുപ്പും ഒക്കെ കിട്ടുന്ന ഈ വാതാവരണമൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് തരും എന്നുള്ളതാണ്. അങ്ങനെയാണ് പൊതുവെ റോയിറ്റേഴ്സിൻ്റെയൊക്കെ റിപ്പോർട്ട് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾ ഗൾഫിലും അമേരിക്കയിലൊക്കെ പോയിട്ട് കാജൊക്കെ കൊണ്ടുവന്ന്, നമ്മുടെ ആൾക്കാരെല്ലാം അവിടെയൊക്കെ ആണല്ലോ, അപ്പോൾ അങ്ങനെ കാജൊക്കെ ഇഷ്ടം പോലെ കിട്ടും. കിട്ടിയതുകൊണ്ട് കമ്പി സിമെൻറ്റൊക്കെ മേടിച്ച് വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടിപ്പൊക്കിയിട്ട് പറയുകയാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന്. ഈ കൊട്ടാരക്കരക്കാരനൊരു വീഡിയോ തന്നെ ഇറക്കിയായിരുന്നു. നമ്മൾ ആ വീഡിയോ കണ്ട് സ്തംഭിച്ചു പോയി. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എൽഷദായ് മിനിസ്ട്രി ജീസസ് ഈസ് എലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ കൊട്ടാരക്കര സഭയ്ക്ക് വേണ്ടി വാങ്ങിയ സ്ഥലത്താണ് ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയും, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അനേകായിരങ്ങളുടെ മാനസാന്തരത്തിനും വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനും അത് കാരണമായി തീരുവാൻ ദൈവസഭ കഴിഞ്ഞ നാളുകളിൽ ഈ വിഷയങ്ങൾ കൊണ്ടെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ആലയത്തിൻ്റെ പണികൾ ആരംഭിച്ചു. ഇപ്പോൾ അതിൻ്റെ പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഒത്തിരി ആവശ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. യഹോവയുടെ ആലയം ഞങ്ങൾ കൊട്ടാരക്കര പണിയാണ്, 23 കോടിയോ അത്രയെങ്ങാണ്ട പറഞ്ഞെന്ന് തോന്നുന്നു. അത് വേണം. അത് കേട്ട് ആവേശഭരിതനായി ഈ ഡൽഹിയിലെങ്ങാണ്ടുള്ളൊരു ഉദ്ദേശി പറന്നു വന്നിട്ട് പുള്ളി ഊർജ്ജ കൊടുത്തു. യഹോവയുടെ ആലയം പണിയാനല്ലേ എൻ്റെ വക കോൺട്രിബ്യൂഷൻ ആദ്യത്തേത്. പുള്ളി അതിനകത്ത് വെറ്റിലെ അടക്കുകയും പാക്കൊന്നും വെച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ അങ്ങനെ 1 രൂപ ചുമ്മാ 1 രൂപയായിട്ട് കൊടുക്കാറില്ല മലയാളക്കരയിൽ. മലങ്കരയുടെ മണ്ണിൽ 1 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടിയിലൊരു വെറ്റിലയും പിന്നെ ഒരു പാക്കും അതും ഇതൊക്കെ ആയിട്ട് വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുക്കേണ്ടത്. പുള്ളി എങ്ങനെയാണ് കൊടുത്തത് നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ബോധമില്ലായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. പുതിയ നിയമ വീക്ഷണം ലഭിക്കുന്നില്ല. അവർ പഴയ നിയമവും പുതിയ നിയമവും ഇട്ട് കുഴക്കുകയാണ് ഈ തലമുറയിലെ ശുശ്രൂഷകർ. ഞാൻ വിശ്വാസികളെ ഇതിലൊന്നും കുറ്റം പറയുന്നില്ല. കാരണം നയിക്കുന്നവർക്ക് ഇത്രയും ബോധമുള്ളെങ്കിൽ പിന്നെ വിശ്വാസികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ വലിയ വെളിപ്പാടിൽ തിരിച്ചറിവിലേക്ക് വരണ്ടേ? കാലം മാറി, കഥ മാറി. യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല കീറിയതും അതിൻ്റെ ചുറ്റുമതിൽ ഇടിച്ചു കളഞ്ഞതും എന്തിനു വേണ്ടിയാ? എന്നെയും നിന്നെയും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ? ആ മഹത്തരമായ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഒരു വിരുദ്ധൻ വെസ്റ്റേൺ വാളിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നത്, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന്. തേജോമയനായ ദൈവം വസിച്ചിരുന്നത് യെരൂശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്താണ്, തർക്കമില്ല. കാലം മാറിയെന്ന്. ഇന്ന് ആ തേജോമയനായ ദൈവം, സൃഷ്ടാവായ ദൈവം, സകലത്തിൻ്റെ ഉടയവൻ, അവൻ എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. അങ്ങനെ ആ ദൈവസാന്നിധ്യം വഹിച്ചുകൊണ്ട് ഞാൻ വെസ്റ്റേൺ വാളിൻ്റെ വെളിയിൽ പോയി നിന്നിട്ട് പറയുകയാണ്, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും കേട്ടോ എന്ന്. അതിന് ബോധമില്ലായ്മ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പം നമ്മുടെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിന് നമുക്ക് വചനത്തിൻ്റെ വെളിപ്പാടുകളിൽ പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. ചുമ്മാതെയല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് വീണ്ടും നയിച്ചത്. ഞാൻ പറഞ്ഞു, യൂറോപ്പിലുള്ളൊരു സഹോദരൻ എന്നോട് തൻ്റെ അനുഭവം പറഞ്ഞത്, താൻ 6-7 മാസക്കാലമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുകയാണ്.
തനിക്ക് ഈ ടാബർനാക്കൽ സ്റ്റഡിയിലേക്ക് കടന്നു വരണം, തനിക്ക് ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ തൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എന്നോണമാണ്. അപ്പോൾ പല സ്റ്റഡികൾ അവിടെ ഇവിടെ കിടപ്പില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇത് പലതും കേട്ടിട്ടുണ്ട്, ധാരാളം സ്റ്റഡികൾ കിടപ്പുണ്ട്. പക്ഷെ പുള്ളിക്ക് തൃപ്തി ലഭിക്കുന്നില്ല, ഏതൊക്കെയോ കാരണത്താൽ, നമുക്കറിയില്ല അതിൻ്റെ കാര്യകാരണങ്ങൾ. അദ്ദേഹത്തിന് തൃപ്തി ലഭിച്ചില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ കേട്ട് വന്നപ്പോൾ ഏതൊക്കെയോ നിലയിൽ അദ്ദേഹത്തെ അത് സ്പർശിച്ചു. താനെ കാത്തിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ തൻ്റെ കാതുകളിലേക്ക് വന്നതായിട്ട് അദ്ദേഹത്തിന് ഒരു ചിന്ത വന്നു. അതുകൊണ്ട് താൻ അവിടെ മുതൽ തുടർമാനമായി ഈ കാര്യങ്ങൾ കേൾക്കുകയും, അത് മാത്രമല്ല നമ്മൾ 4-5 വർഷം പുറകിൽ ചിന്തിച്ച ടാബർനാക്കിൾ സ്റ്റഡിയുടെ ഓഡിയോ മെസ്സേജസ് ഉണ്ടല്ലോ, പോഡ്കാസ്റ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് തരാമെന്ന് ചോദിച്ചു. ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അത് ഇത്തിരി ക്ഷമ വേണം കേട്ടിരിക്കണമെങ്കിൽ. 100-200-ലധികം എപ്പിസോഡുകളുണ്ട്. അത് 1-2 എന്ന് പറഞ്ഞ് കേട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്ര അത്യാവശ്യക്കാരനേ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അത് കേൾക്കേണ്ട ഒരു കാര്യമില്ല. കറൻറ്റായിട്ട് വരുന്ന 1 മിനിറ്റ് 2 മിനിറ്റ് വീഡിയോ ഒക്കെ കേട്ടിട്ട് സലാം പറഞ്ഞ് പോവുകയാണ് അങ്ങനെയുള്ളവർക്ക് നല്ലത്. ഇത് കാര്യങ്ങളെ അറിയണം, പഠിക്കണം, ആത്മീയത്തിൽ സമ്പന്നനാകണം, ക്രിസ്തു എന്ന തലയോളം വളരണം, ദൈവവിഷയത്തിൽ ഔന്നത്യമുള്ളവനാകണമെന്ന് ചിന്തയുള്ള ആളുകളാണ് അന്വേഷിച്ച് തേടിപ്പിടിക്കുന്നത്. ഒരു തേടിപ്പിടിക്കില്ല അതൊക്കെ. അങ്ങനെ തേടിപ്പിടിച്ച് അവർ കാര്യങ്ങളെ ഗ്രഹിക്കുകയാണ്, കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ബൃഹത്തായ ഒരു സമൂഹത്തിൻ്റെ, ഒരു ലോക്കൽ ചർച്ചിൻ്റെ അവർ പണിത ആ കെട്ടിടത്തിൻ്റെ ഓപ്പണിംഗ് സെറമണിയോടുള്ള ബന്ധത്തിൽ അവരുടെ സമൂഹത്തിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്നവർ, പിന്നെ ആ ദേശത്തെ MLA MP ഒക്കെ വന്നെന്നറിയില്ല, അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസ് ഒക്കെ വന്ന് അവരൊക്കെ കൂടിയിട്ടാണ് അതങ്ങ് സമർപ്പിച്ചത്. എല്ലാവരും കൂടെ കൂടി അങ്ങ് സമർപ്പിച്ചത്. പക്ഷെ നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ, പിന്നീട് യെരൂശലേം ദേവാലയത്തിൻ്റെ സമർപ്പണത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ, ഈ രണ്ടിൻ്റെയും സമർപ്പണം നമ്മുടെ മുമ്പിലുണ്ട് പുസ്തകത്തിൽ. സമാഗമന കൂടാരത്തിൻ്റെ സമർപ്പണം കാണുന്ന ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിലാണ്. അതേ കാര്യം തന്നെ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൽ ചെറിയ തോതിലുണ്ട്. അവിടെ കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയിട്ട് മോശയും അഹ്റോനും നിയമപ്രകാരം ഹോമയാഗം അറുത്തു. അതിനെ പറഞ്ഞ രീതിയിൽ തന്നെ, അതിൻ്റെ ലോ അനുസരിച്ച് തന്നെ ബലിപീഠത്തിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് മാറി നിന്നു. സമർപ്പണ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം അത് കയ്യേറ്റു വാങ്ങുന്ന നിമിഷങ്ങളാണ്. മഹത്വം ഇറങ്ങിക്കൊണ്ട് മോശയുടെ പ്രവൃത്തിയിൽ ദൈവം പ്രസാദിച്ചു. രണ്ടാമത് മോശ പീഠത്തിൽ അർപ്പിച്ചിരിക്കുന്ന ആ ബലിയിലും ദൈവം പ്രസാദിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ ഗണേഷ് കുമാറോ സരോജ് കുമാറോ മറ്റേ ആ കുമാറോ ഈ കുമാറോ ഒന്നും അവിടെ ആശംസ പറയാനായിട്ട് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ മോശയുടെ പണിയെക്കുറിച്ചൊക്കെ കേട്ടിട്ട് അങ്ങ് മിസ്രൈമിൽ നിന്ന് ഫറവോൻ്റെ അവിടുത്തെ മന്ത്രിമാരും മറ്റാളുകളൊക്കെ ഇവിടെ കടന്നു വന്നിരുന്നു. അതുപോലെ കനാൻ ദേശത്തെ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് അംഗം വന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാം കൂടെ വന്നിട്ടാണ് ഈ സമാഗമന കൂടാരത്തിൻ്റെ സമർപ്പണം നടത്തിയെന്നാണ്. അങ്ങനെയാണോ? അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണോ എന്ന്. പിന്നീട് നമ്മൾ യെരൂശലേം ദേവാലയത്തിൻ്റെ സമർപ്പണം കാണുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇത് പെന്തിക്കോസിലെ ലീഡർമാരൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേൾക്കുകയാണെങ്കിലോ നാണം വന്നിട്ട് അവരെവിടെ പോയി ഒളിക്കുമെന്ന് എനിക്കറിയില്ല. നാണിച്ചൊരു പരുവായി പോവും. തൊലിക്കെട്ടി കൂടുതലാണെങ്കിൽ നാണം ഉണ്ടാവില്ല. തൊലിക്കെട്ടി കുറവാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞത് മാത്രം മതി. ഇനി ഒരു അരമണിക്കൂർ പ്രസംഗം വേറെ കേൾക്കേണ്ട ഒരു കാര്യമില്ല. ഇത്രയും കേട്ടാൽ മതി. മാനസാന്തരത്തിനിടയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. യെരൂശലേം ദേവാലയത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ശലോമോൻ പ്രാകാരത്തിൽ മുഴങ്കാൽ മടക്കുകയാണ്. യാഗപീഠത്തിൻ്റെ മുമ്പിൽ അവിടെ മുഴങ്കാൽ മടക്കി അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും മലർത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ സ്വർഗം ആ പണിയിൽ പ്രസാദിച്ചിട്ട് അതിനകത്തേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരികയാണ്. പുരോഹിതന്മാർക്കൊന്നും ചലിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരുന്നു. നോക്കി നിൽക്കുമ്പോൾ യാഗപീഠത്തിലേക്ക് ഉയരത്തിലെ തീ ഇറങ്ങി വരികയാണ്. യാഗപീഠത്തിലേക്ക് ഉയരത്തിലെ തീ ഇറങ്ങി വരികയാണ്. സ്വർഗം ആ പണിയിൽ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം തന്നെ അതങ്ങ് പ്രതിഷ്ഠിച്ചു. ലോകത്തിൻ്റെ മുമ്പിൽ വലിയവനായ ദൈവം പറയാതെ പറയുകയാണ്, ഇത് എൻ്റെ നാമമഹത്വത്തിനായിട്ട് പണിതിരിക്കുന്ന മഹത്തായ ആലയമാണ്. ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇത് യെരൂശലേമിലെ ദൈവാലയം. അതിൽ ഗണേഷ് കുമാർ സരോജ് കുമാർ ഒന്നും വരണ്ടെന്നീ. അത് കൊള്ളാം. ഞാൻ എൻ്റെ ദാസനായ മോശയ്ക്ക് ഉയരത്തിലെ അളവുകൾ കൊടുത്ത് അതിൻ്റെ സകല പ്ലാനും പദ്ധതിയും കൊടുത്ത് അതുപോലെ ബസലേലിനെയും ഒഹാലിയാവിനെയും ഒക്കെ ജ്ഞാനാത്മാവിൽ നിറച്ചുകൊണ്ട് പണിത് സജ്ജമാക്കിയിരിക്കുന്ന ഈ മന്ദിരം എന്ന് പറയുന്നത്
എനിക്ക് വസിക്കാനുള്ള മന്ദിരമാണ്. അവിടെ എനിക്ക് ആശംസ പറയാനൊന്നും ഒരുത്തരും വരണ്ട. അല്ലെങ്കിൽ അവിടെ ശലോമോൻ്റെ അപ്പനായ ദാവീദിനോ ഒന്നും ആരുടെ ആശംസയൊന്നും വേണ്ട. ആരുടെ ആശംസയും വേണ്ട, പുകഴ്ചയും വേണ്ട, മഹത്വ വചനങ്ങളൊന്നും വേണ്ട. അവിടെ ആരാധനയ്ക്ക് യോഗ്യനായ മഹത്വാനായ ഒരുവൻ അവൻ ഇറങ്ങി വരികയാണ്, സകല മഹത്വത്തിന് യോഗ്യനായവൻ. അല്ലാതെ വേറൊരാൾക്കും മഹത്വം ഇല്ലെന്നേ. വേറെ ഒരാളുടെ പണിക്കും വലിയ കേമത്വമൊന്നുമില്ല. കൃപ ലഭിച്ചതുകൊണ്ടാണ് പണിയാൻ പറ്റിയത്. കൃപ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ശലോമോൻ അത് പണിയാൻ പറ്റിയത്. കൃപ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് മോശയ്ക്ക് പണിയാൻ പറ്റിയത്. മോശയുടെ കരവിരുതും മിടുക്കുമൊന്നും അവിടെ ചെലുത്താനായിട്ട് ദൈവം അനുവദിച്ചില്ല. ദൈവം ജ്ഞാനാത്മാവിൽ നിറച്ചു. ആ ജ്ഞാനത്തിൽ, സ്വർഗീയമായ ജ്ഞാനമാണത്, വേർഡ്ലി വിസ്ഡം അല്ല, ഹെവൻലി വിസ്ഡമാണ്. അങ്ങനെ ആ സ്വർഗീയ ജ്ഞാനത്തിൽ തൻ്റെ അഭിഷിക്തന്മാരെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ പണിയിപ്പിച്ചു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എന്തിനാ ധ്യാനിച്ചെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഇതെല്ലാം ഗൗരവമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് നമ്മൾ വീണ്ടും കാലെടുത്ത് വെച്ചത്. നമ്മൾ ഈ പ്രസംഗിക്കുന്നത് വളരെ കുറച്ച് ആളുകളെ കേൾക്കുന്നുള്ളൂ. നമ്മളിതൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യും. ഏതെങ്കിലും മനുഷ്യൻ്റെ കാതുകളിൽ എത്തുകയാണെങ്കിൽ അവന് പ്രയോജനപ്പെടട്ടെ എന്നോർത്ത്. അങ്ങനെ ഇത് ആരുടെയെങ്കിലുമൊക്കെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സൈസ് വിവരക്കേട് കാണിക്കാനിരിക്കുന്ന ഉപദേശിമാർ അവർക്കൊരു മാനസാന്തരം ഉണ്ടാകും എന്നുള്ള വിചാരത്തിലാണ്. ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ലെന്ന്, ഇപ്പം ഈ പോകുന്ന പോക്കിലല്ലെന്നേ കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പം ഇതെല്ലാം വചനവിരുദ്ധമായിട്ടാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഇവർ ഊന്നൽ കൊടുക്കുന്നത് ഈ കെട്ടിടം പണിക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ശുശ്രൂഷകൻ എവിടെയെങ്കിലും ചെന്ന് ഒരു പൈനീർ വേല ആരംഭിച്ചു, 5-10 പേര് വന്നു, അത് 10-20 ഒക്കെ ആയി മാറിയെന്ന് കൂട്ടിക്കോ. പിന്നെ ഒരു വെപ്രാളമാണ്, ആകപ്പാടുകൂടി ഒരു വെപ്രാളമാണ്. വേലയ്ക്ക് അയച്ചതാരാ? സ്വർഗത്തിലെ ദൈവം. അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വർഗത്തിന് അറിയാൻ മേലെ, വലിയവനായ ദൈവത്തിന് അറിയാൻ മേലാത്ത കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു കെട്ടിടം പണിയാന്നുള്ളതിന് ഒരു പ്രാധാന്യമില്ല. പാസ്റ്റർ ജി, മഞ്ഞും മഴയും കൊള്ളേണ്ടി വരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ഞും മഴയും കൊള്ളുക എന്നുള്ള വിഷയത്തിനൊന്നും അല്ലെന്നേ പ്രാധാന്യം. ഇവിടെ വന്നിരിക്കുന്ന ഈ മനുഷ്യരെ ഓരോരുത്തരെയും പുതിയ യെരൂശലേമിൻ്റെ കല്ലുകൾ എന്നുള്ള നിലയിൽ പണതൊരുക്കിക്കൊണ്ട് വരേണ്ടതുണ്ട്. അവരോരോരുത്തരും ആ തേജസ്സിൻ്റെ രത്നങ്ങൾ എന്ന നിലയിലേക്ക് വരുന്നത് ആത്മാവിൽ ശുശ്രൂഷകൻ കാണണം. അങ്ങനെ അവരെ പണിയാനാണ് ഈ ശുശ്രൂഷകനെ ഏൽപ്പിച്ചിരിക്കുന്നത്, സഭായോഗം നടത്താനല്ല. സഭായോഗം അവിടുത്തെ ഏതെങ്കിലും ഒരു മൂപ്പനെ കൊണ്ട് നടത്താൻ കഴിയും. ഈ കൂട്ടായ്മയിലെ ഒരു എൽഡറെ കൊണ്ടും നമുക്ക് സഭായോഗം നടത്തിക്കാം. പക്ഷേ ഈ അജീവിത ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരുവനായ പാസ്റ്റർ, ആ പാസ്റ്ററെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഇവരെ പണിയാനാണ്. പാസ്റ്ററിങ്ങിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്കെല്ലാം ഞാൻ കടന്നു പോവല്ല, ഒറ്റ വാക്കിലാണ് പറയുന്നത്. ഈ വന്നിരിക്കുന്ന ജനത്തെ പണിയണം. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പണിയപ്പെട്ടവർ ഞാൻ ഇരിക്കുന്നിടത്ത് അവർ ഇരിക്കുമെന്നാണ് മുന്നമേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പണിയപ്പെട്ടവരെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുത്തുമെന്ന്. അപ്പോൾ പണിയപ്പെടാത്തവരങ്ങനെ ഇരിക്കില്ലല്ലോ. ഞാനിരിക്കുന്നത് എവിടെയാ? ഞാനിരിക്കുന്ന മഹത്വ സിംഹാസനത്തിലാണ്. ആ മഹത്വ സിംഹാസനത്തിൽ എന്നോടുകൂടി ഇരിക്കണമെങ്കിൽ എന്നോട് പറ്റിച്ചേരണം, അതേ മഹത്വത്തിലേക്ക് വരണം, ഏക ശരീരസ്ഥരാകണം, ശിരസിനോട് ചേർന്നിരിക്കണം. അതായത് ശരീരത്തിൽ യുക്തമായി ഇണങ്ങിച്ചേർന്ന് ശിരസ്സുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ, ആ ബന്ധത്തിൽ അങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ പോയവർ മാത്രം എന്നോട് കൂടെ ഇരിക്കും. അല്ലാത്തവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നവരാണെങ്കിൽ അവരെല്ലാം പുതിയ ഭൂമി വരുമെന്നേ. നിങ്ങളെന്തിനാ ചഞ്ചലപ്പെടുന്നത്? അല്ല, അവരെ സിംഹാസനത്തിൽ ഇരുത്താൻ ബുദ്ധിമുട്ടുണ്ട് ബ്രദറെ. കാരണം അവരിവിടെ 100 കൂട്ടം പഞ്ചായത്തുമായിട്ട് നടക്കുന്ന ആളുകളാണ്. അവരവിടെ വന്നാലും അവർക്ക് പഞ്ചായത്തുണ്ടാവും. അവർക്ക് ഇത്ര വലിയൊരു കോളിങ് ലഭിച്ചിട്ട് അവർ പറയാണ്, എനിക്ക് ഡേ ബുക്കിൽ ലെഡ്ജറൊക്കെ നോക്കി തീരാനുണ്ട്, എനിക്ക് ഒത്തിരി തിരക്കുണ്ട് പാസ്റ്ററെ. പിന്നെ കഴിഞ്ഞ സൺഡേയിലല്ലേ പാസ്റ്റർ പ്രസംഗിച്ചത്? 7 ദിവസമല്ലേ ആയുള്ളൂ ആ മെസ്സേജ് വന്നിട്ട്. ഞാൻ കേട്ടില്ലെന്നോർത്ത് ആകാശം ഇടിയൊന്നുമില്ലല്ലോ. ഞാൻ ഈ മാസം തന്നെ കേട്ടേക്കാം, ജാനുവരി തീരുന്നതിന് മുമ്പ് കേട്ടേക്കാം, അതിന് കുഴപ്പമില്ല. നീ എന്നിട്ട് കേട്ടാൽ മതി. എന്തിനാ ജാനുവരി ആക്കുന്നേ? അടുത്ത ഡിസംബർ വരെ സമയമുണ്ടല്ലോ ഈ വർഷം തീരാൻ. ഡിസംബറിൽ കേട്ടാൽ മതി. ജാനുവരി തന്നെ കേൾക്കണമെന്ന് ഇത്ര നിർബന്ധത്തിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ സജി പാസ്റ്റർ പറയുന്നത് എല്ലാം ഞങ്ങൾ കേൾക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞു, അത് ഇന്നിപ്പോൾ പറയുന്നില്ല. കേട്ടാൽ നല്ല സുഖമുള്ളൊരു വാക്കല്ല. നമ്മളീ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ടല്ലോ,
ഈ പല കാര്യങ്ങളും സുലഭമായി കേൾക്കാനില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ സഹോദരങ്ങളെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്, കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കണം. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന്യൂവേഷൻ ഉള്ള കാര്യങ്ങളാണ്. സാധാരണ കൂട്ടായ്മകളിൽ ശുശ്രൂഷകർ പ്രസംഗിക്കുന്ന രീതിയല്ല നമ്മുടെ രീതി. അവിടെ ആ സൺഡേയിലേക്ക് ഒരു മെസ്സേജാണ് അവർ പറയുന്നത്. അന്നത്തെ കോട്ടേജ് മീറ്റിങ്ങിന് വേണ്ടി ഒരു മെസ്സേജ് പറയുന്നു. അങ്ങനെയാണ് പലയിടങ്ങളിലും. നമ്മൾ സാധാരണ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് തീരുന്നവരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നലെ കർമ്മേലിൽ എത്തിയുള്ളൂ, ആ മെസ്സേജ് അവിടെ തീർന്നില്ല. ഇനി അടുത്ത ദിവസം കൂടുമ്പോൾ ഏലിയാവ് അവിടെ കൂടിയിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചല്ലോ, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കും. ഒന്നുമല്ലേ നിങ്ങൾ ബാലിനെ സേവിക്കുക, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തെ സേവിക്കുക. നിങ്ങളെല്ലാം ആഹാബിനെ ശ്രദ്ധിക്കുക. ആഹാബിനൊരു സ്റ്റാൻഡുണ്ട്. എല്ലാവരെയും പോലെയല്ല ആഹാബ്. ആഹാബ് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മഞ്ഞും മഴയും പെയ്യിപ്പിക്കുന്ന ബാലാണ്, ഞാൻ ബാലിനെ സേവിക്കുമെന്ന്. നിങ്ങളങ്ങനെയാണോ? നിങ്ങൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന പാർട്ടികളാണ്. അത് ഇന്നത്തെ പെന്തിക്കോസിനെ അത് കാണിക്കുന്നത് ചാഞ്ചാട്ടമാണ്. അതേസമയം പരസ്യമായി പറയണം, നമ്മുടെ തങ്കുച്ചായനെ പോലെയൊക്കെ, യെസ് ഞങ്ങൾ 100-ന്റെ നോട്ടിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ 100-ന്റെ നോട്ടിൻ്റെ ആൾക്കാരാണ്. അത് പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇടയ്ക്ക് യേശു വരും യേശു പോകും എന്നൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ ഉള്ളം മുഴുവൻ ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ്, 100-ന്റെ നോട്ട് എന്നുള്ളത്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ തോമാക്കുട്ടിച്ചായനെ നോക്കുക, ചർച്ച് ഓഫ് ഗോഡിൻ്റെ മിനിസ്റ്ററായിരുന്നു. വലിച്ചെറിഞ്ഞു കളഞ്ഞില്ലേ അദ്ദേഹം? അദ്ദേഹം ചാടി ഇറങ്ങി വന്നു. ഇന്ന് അദ്ദേഹം കോടീശ്വരനാണ്. എന്തുകൊണ്ട് ഈ പാസ്റ്റേഴ്സിനൊക്കെ ചാടി ഇറങ്ങി പോകാൻ പാടില്ല? എന്തുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷകരൊക്കെ ചാടി ഇറങ്ങി പോകുന്നില്ല? അങ്ങനെ ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെന്ന് അതൊരു വലിയ സംഭവമായിട്ട് മാറ്റണം. ഏറ്റവും കുറഞ്ഞ ആ സമൂഹത്തിലുള്ള ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ഒത്തിരി ശുശ്രൂഷകരുണ്ടല്ലോ, അവരൊക്കെ തിരിച്ചറിയണ്ടേ? അവരുടെ കണ്ണാലെയല്ലേ ഈ അനുഗ്രഹങ്ങളൊക്കെ കാണുന്നത്? അവരും പ്രസംഗിക്കുന്ന അനുഗ്രഹമാണല്ലോ, അവരും പ്രസംഗിക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അവരുടെ ജീവിതത്തിലോട്ട് ഇല്ലതാനും. പക്ഷേ ആ അനുഗ്രഹമുള്ള ആളാണ് അവരുടെ അധ്യാപകനായിരുന്ന നമ്മുടെ തോമാക്കുട്ടിച്ചായൻ. അദ്ദേഹത്തിന് ഇട്ടുമൂടാനുള്ളതുണ്ട്. ഇപ്പോൾ ഇട്ടുമൂടാനുള്ളതുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോസായ തങ്കുച്ചായൻ, അദ്ദേഹത്തെയൊക്കെ നോക്കിയേ. ഈ മലയാളക്കരയിൽ നമുക്ക് ഇതുപോലൊരു റോൾ മോഡലിനെ കാണിക്കാനുണ്ടോ? ഞാൻ ആഹാബിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തങ്കുച്ചായനെ ഓർമ്മ വരുന്നത്. അദ്ദേഹം നിർഭയനാണ്, ചങ്കുറ്റത്തോടെയാണ് പറയുന്നത്, ഞങ്ങൾ 100-ന്റെ നോട്ടിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. കർത്താവ് വന്ന് ഞങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ സ്വർഗത്തിലും പോകും, അത് വേറെ കാര്യം. പക്ഷേ ഈ ഭൂമി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു സമൂഹമാണ്. ഞങ്ങളുടെ ഏത് മെസ്സേജ് എടുത്താലും ഞങ്ങൾ കൊണ്ടുപോയി അവിടെ അവസാനിപ്പിക്കും. അതാണ് അവരുടെ ഒരു നിശ്ചയദാർഢ്യം എന്ന് പറയുന്നത്. എനിവേ, ഈ പറഞ്ഞതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ സീരിയസ് ആണ്. അതാത് സമയത്ത് കേട്ടില്ലെങ്കിൽ ലിങ്കുകൾ നഷ്ടപ്പെട്ടു പോകും. ലിങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു പോയ കാര്യമുണ്ടല്ലോ, ആ കാര്യം നിങ്ങൾ കേട്ടില്ലെങ്കിൽ മുന്നോട്ട് പറഞ്ഞു പോകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമുക്കത് ക്ലിക്കാകാതെ പോകും. അതിൻ്റെ കാരണം എന്നാ? നമ്മളാ നേരത്തെ പറഞ്ഞ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ല. അതിന് മനസ്സിലാകാൻ പാകത്തിന് ഞാനിങ്ങനെ പറയാം. അതായത് നമ്മുടെ ഒരു കൊച്ചിനെ കൊണ്ടുപോയി 1-ാം ക്ലാസ്സിൽ ചേർത്തു. അങ്ങനെ മുന്നോട്ട് പോയി ആ കൊച്ച് 4-ാം ക്ലാസ്സിലെത്തി. പിന്നെ അവിടെയുള്ള സാറുമാർക്കെല്ലാം ഒരു കാരുണ്യം തോന്നിയിട്ട് സാറുമാരെല്ലാം പറഞ്ഞു, ഈ കൊച്ച് 5-ലൊന്നും പഠിക്കേണ്ട, ഇതിനെ 6-ലിരുത്തിയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ 5-ാം ക്ലാസ്സിൽ കുറച്ച് തറപറ പനിയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ആ 5-ാം ക്ലാസ്സിലെ തറപറയൊന്നും ഈ കൊച്ചു പഠിച്ചില്ല. നേരെ കൊച്ചു ജമ്പ് ചെയ്ത് എവിടെ വന്നു? പ്രൊമോഷൻ കിട്ടി 6-ലേക്ക് വന്നു. 5-ൽ പഠിക്കേണ്ട ചില കൂട്ടെഴുത്തുകളുണ്ട്, അവിടെ എറു എലു ഇലുവോ അങ്ങനെ ഏതൊക്കെ വരയ്ക്കാനും എഴുതാനൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അതൊന്നും ഈ കൊച്ചു പഠിച്ചില്ല. കൊച്ച് നേരെ 6-ാം ക്ലാസ്സിൽ വന്നതുകൊണ്ട് മറ്റു കുട്ടികളുടെ മുമ്പിൽ ഈ കൊച്ചിന് സർവൈവ് ചെയ്യാൻ പാടായിപ്പോയി. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൊച്ചി ചോദിക്കുന്നത്, ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞാൻ അറിയില്ല, ഞാനതൊന്നും കേട്ടിട്ടില്ലല്ലോ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. കാരണം കൊച്ച് 5-ാം ക്ലാസ്സിൽ പഠിച്ചില്ലെന്നേ. കൊച്ച് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി 6-ലേക്ക് വന്നു. വല്ലത് മനസ്സിലായോ? മനസ്സിലായാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോൾ അങ്ങനെ ചുമ്മാ ഓൾ പ്രൊമോഷനോ മോഡറേഷനോ അങ്ങനെയൊന്നും ചാടിക്കയറി വന്നിട്ട് കാര്യമില്ല. അത് കൊച്ചിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. പബ്ലിക്കിൽ പോയി എനിക്കിങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നിങ്ങളോട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പറഞ്ഞു പോകുന്നതിനകത്ത്, ഇടയ്ക്കിടയ്ക്കല്ല, നമ്മളീ പറഞ്ഞു പോകുന്നതിനകത്തൊക്കെ ഗൗരവമായ കാര്യങ്ങളുണ്ട്. അതൊക്കെ ക്രൈസ്തവ ലോകത്ത് കൺഫ്യൂഷൻസൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പലതും തെളിഞ്ഞു വരാത്ത പല കാര്യങ്ങളുമാണ്. അതാണ് നമ്മൾ പറഞ്ഞ് തെളിച്ചു കൊണ്ടുവരുന്നത്.
അതിലെ ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ പറഞ്ഞത്, പുതിയ നിയമ സഭയെ വിവിധ ഉപമാനങ്ങളിൽ ചിത്രീകരിക്കുന്നു. അതിൽ ഗൗരവമായൊരു ഉപമാനമാണ് ദൈവത്തിൻ്റെ സഭ. അതിലേറ്റവും ഗൗരവമായൊരു ഉപമാനമാണ് സഭ, ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത്. ആ ആലയത്തിൻ്റെ പഠനമാണ് നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് വെച്ച് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചു വന്നതുകൊണ്ടല്ലേ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു മിനിമം ബോധ്യം ലഭിച്ചത്. മിനിമം ബോധ്യം ഇപ്പോഴും നമുക്കുള്ളൂ അല്ലേ? ഇതൊരു വലിയ സാഗരമല്ലേ? ആ സാഗരത്തിൽ നിന്ന് നമുക്കൊരു മിനിമം ബോധ്യം സ്വർഗത്തിലെ ദൈവം തന്നു. ഞാൻ ഓർക്കുമ്പോൾ അതെല്ലാം മഹാകരുണയാണ്. ഞാൻ ഓർക്കുക, രക്ഷിക്കപ്പെട്ട് ഈ മാർഗത്തിലേക്ക് വന്ന ആ ആരംഭ വർഷങ്ങൾ ഓർക്കുക. വേദപുസ്തകമൊക്കെ നിരന്തരം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കെല്ലാം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമുക്ക് പലതും പുതിയ തേങ്ങകളായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഓരോരോ കാര്യങ്ങൾ നമുക്ക് തുറന്നു തന്നു എന്ന കാരണത്താൽ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. ഹൃദയത്തിൽ ആ ഒരു നന്ദിയോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. അത് ഗൗരവമായൊരു കാര്യമല്ലേ സഭയെന്ന മർമ്മം? ക്രിസ്തുവിനെ സഭയും ചേർത്ത് നിർത്തിയല്ലേ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ നിഴലാണ്. അപ്പോൾ തന്നെ അത് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ്. അവിടെയാണ് ചില പ്രമുഖരായ ആളുകൾ ഒരു കൺഫ്യൂഷനുമായിട്ട് വന്നത്. ദൈവസഭയുടെ നിഴലായിട്ട് സമാഗമന കൂടാരത്തെ ഒരിക്കലും ചിത്രീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് കഴിയുമെന്നുള്ള നിലയിൽ നമ്മൾ പറയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്. അനവധി കാര്യങ്ങളാണ് നമുക്കതിലൂടെ തുറന്നു കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വന്ന് വീണ്ടും അങ്ങനെ മുൻപോട്ട് വരികയായിരുന്നു. 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 8, 9 വാക്യമാണ് ഒരു കുറിവാക്യം എന്നുള്ള നിലയിൽ നമ്മുടെ മുമ്പിലുള്ളത്. ആ 8, 9 വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 8 and 9. അങ്ങനെ 1-2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് വന്ന് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിലേക്കാണ് നമ്മൾ വീണ്ടും പോകാൻ പോകുന്നത്. ഞാൻ അവർക്ക് നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണം. അതിന്റെ 40-ാം വാക്യവും വേഴ്സ് 40. പർവ്വതത്തിൽ വെച്ച് കാണിച്ചെന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. സൗരങ്ങളെ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഈ വാക്യങ്ങളെയൊക്കെ വായിച്ചുകൊണ്ടാണ് മുൻപോട്ട് വരുന്നത്. വലിയവനായ ദൈവം തൻ്റെ ദാസനായ മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് മോശയോട് പറഞ്ഞ കാര്യങ്ങളാണിതെല്ലാം. ഞാൻ നിങ്ങളുടെ നടുവിൽ, അതായത് ഇസ്രായേലിൻ്റെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. ആ തിരുനിവാസത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ച് കാണിച്ചു കൊടുത്തു. അതിന് പ്രകാരം തന്നെ അതിനെ പണിയണം. അതിൻ്റെ 40-ാം വാക്യത്തിൽ കണ്ടത്, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെന്നാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താ? ഈ കൂടാരം എന്ന് പറയുന്നത് കേവലം 500-ൽ താഴെ വർഷം ഇസ്രായേലിൻ്റെ നടുവിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ടെമ്പററിയാണ്. ഈ ടെമ്പററിയായ കൂടാരം പുറമേ നിന്ന് നോക്കിയാൽ ഇതിന് യാതൊരു ഭംഗിയുമില്ല, അഴകുമില്ല. അതേസമയം ഈ കൂടാരത്തിൻ്റെ അകത്തേക്ക് കടന്നാൽ അതിനകത്ത് ദൈവ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിൻ്റെ പ്രാകാരത്തിൽ താമ്രം കൊണ്ടുള്ള പണികളുണ്ട്. അതേസമയം ഇതിൻ്റെ ഹോളി പ്ലേസിലേക്ക് കടന്നു വന്നാൽ, മോസ്റ്റ് ഹോളി പ്ലേസിലേക്കൊക്കെ കടന്നു വന്നാൽ അവിടെയെല്ലാം തനി തങ്കം കൊണ്ടുള്ള, പ്യുവർ ഗോൾഡ് കൊണ്ടുള്ള പണികളാണ്. ആ തനി തങ്കത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 2 രീതിയിലാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. ദൈവ മഹത്വം നിറഞ്ഞു നിൽക്കുകയാണ് ഈ കൂടാരത്തിനകത്ത്. മറ്റൊരു ആംഗിളിൽ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട്, ശോധന ചെയ്ത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തേക്ക് കയറി വന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്. അത് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഈ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആണ്, ഗൗരവമായ കാര്യങ്ങളാണ്. ഈ കൂടാരത്തിൻ്റെ പുറമെ നിന്ന് നോക്കുമ്പോൾ ഇതിനെ കണ്ടാൽ വലിയ ഭംഗിയില്ല, അഴകില്ല, രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒന്നുമില്ലെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതിൻ്റെ അകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണ് ആത്മാവിൽ കോരഹപുത്രന്മാർ പറഞ്ഞത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ തിരുനിവാസം എത്ര മനോഹരം, തിരുനിവാസം എത്ര മനോഹരമെന്ന് കോരഹപുത്രന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ കോരഹപുത്രന്മാർക്ക് ഒരിക്കലും ഈ പറയപ്പെട്ട സമാഗമന കൂടാരത്തിൻ്റെ അകത്തേക്ക്, അകത്തളങ്ങളിലേക്ക് കടന്നു വന്ന് അതിൻ്റെ മനോഹാരിത ദർശിക്കാനായിട്ട് സാധ്യമല്ല. അതിൻ്റെ കാരണം നമ്മൾ മുന്നമേ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ലേവ്യ ഗോത്രക്കാരാണ്. എന്നിരുന്നാൽ തന്നെയും അവർ അമ്രാമിൻ്റെ മകനായ അഹ്റോൻ്റെ പുത്രന്മാരുടെ ഗണത്തിൽ വരുന്നില്ല. ലേവിക്ക് 3 മക്കളാണ്. മൂത്തവൻ ഗർശോം, രണ്ടാമത്തവൻ കെഹാത്ത്, മൂന്നാമത്തവൻ മെറാരി. അതിൽ രണ്ടാമനായ കെഹാത്തിൻ്റെ മക്കളിൽ മൂത്തവനാണ് അമ്രാം.
അമ്രാമിന് ശേഷം ഇസഹാർ, ഇസഹാറിന് ശേഷം എബ്രോൻ, എബ്രോനിന് ശേഷം ഊസിയേൽ. അങ്ങനെ 4 മക്കളാണ് കെഹാത്തിനുള്ളത്. അതിൽ മൂത്തയാളാണ് അമ്രാം. അമ്രാമിൻ്റെ മൂത്ത മകനാണ് അഹ്റോൻ. അതിന് മുകളിലുണ്ട് മിറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പം അഹ്റോനെയും പുത്രന്മാരെയുമാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. അതിൽ രണ്ടാമനാണ് ഇസഹാർ. അമ്രാമിൻ്റെ അനുജനാണ് ഇസഹാർ. ഇസഹാറിൻ്റെ മൂത്ത മകനാണ് കോര. കോര എന്ന് കേട്ടിട്ടില്ലേ? ചേരയല്ല, കോര. കോരഹ് പുത്രന്മാർ. അങ്ങനെ ആ കോരഹിൻ്റെ മക്കളാണ് കോരഹ് പുത്രന്മാർ എന്നുള്ള നിലയിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പൻ കോര ഇച്ചിരി മത്സരിയായിരുന്നു, നെകളിയായിരുന്നു. അതുകൊണ്ട് ഭൂമി വാവിളർന്ന് പുള്ളി നേരെ കീഴേ പാതാളത്തിലേക്ക് ബോർഡിംഗ് പാസ് പോലും ഇല്ലാതെ നേരെ പോയി. പുള്ളിക്കാരൻ നേരെ അങ്ങ് പോയി. പക്ഷേ ഈ മക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് വ്യത്യസ്തമായ ചിന്തകളാണ്. അതിലേക്കൊന്നും പോയി ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ മക്കളുണ്ട്, കോരഹിൻ്റെ മക്കളുണ്ട്. ആ മക്കളെ സംബന്ധിച്ച് അവർ പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ നിവാസത്തിൻ്റെ പ്രാകാരത്തിലാണേലും ഇരുന്നു കൊള്ളാമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ഒന്നും വേണ്ട. ഞങ്ങൾ അങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നില്ല. ഞങ്ങൾ അവിടെ ധൂപം കാണിക്കാനൊന്നും വരുന്നില്ല. ഞങ്ങളുടെ അപ്പൻ ഭോഷനായിരുന്നുകൊണ്ട് ഇടിച്ചു കയറി വന്ന് മത്സരിയായി നിന്ന് നേരെ താഴേക്ക് പോയി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. അങ്ങോട്ട് വരുന്നില്ലെന്നും ആ താഴ്മയും സമർപ്പണവും ആ തകർന്നുറങ്ങിയ ഹൃദയം കണ്ട സ്വർഗത്തിലെ ദൈവം കോരഹ് പുത്രന്മാർക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ പ്രമാണം അനുവദിക്കുന്നില്ലെങ്കിലും അകത്തളങ്ങൾ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ആത്മക്കണ്ണിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. അത് കണ്ടിട്ടാണ് എഴുതി വെച്ചത് 84-ാം സങ്കീർത്തനത്തിൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നിവാസം എത്ര മനോഹരമെന്ന്. അതിൻ്റെ ആത്മീയ വശം നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുണ്ട്. കൂടാരത്തിൻ്റെ പുറമേ നിന്ന് നോക്കിയാൽ ഒരു ഭംഗിയുമില്ല. ഏറ്റവും പുറത്ത് കിടക്കുന്ന തകശുതോലാണ്, ബഡ്ജറ്റ് സ്കിൻ. വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്ക് എന്തെങ്കിലും മനോഹരത്വം തോന്നുമോ? ഒരു മനോഹരത്വം തോന്നില്ല. എന്നാൽ അതിൻ്റെ അകത്തേക്ക് വരുന്നവനാണ് അതിൻ്റെ തേജസ് കാണുന്നത്. അത് ഭയങ്കര പ്രഭാപൂരമായ ഒരു അവസ്ഥയല്ലേ അതിൻ്റെ അകത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ. ആ അവസ്ഥയിലേക്ക് വരണം ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് കൊലീസ് ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളത് അന്വേഷിക്കരുത്, ഉയരത്തിലുള്ളത് അന്വേഷിക്കണമെന്ന്. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന എവിടെ വന്നാൽ വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടേ അത് അന്വേഷിക്കാൻ പറ്റൂ. ഈ തേജസ്സിൻ്റെ അനുഭവമൊക്കെ മനസ്സിലാകണമെങ്കിൽ അത് വിശുദ്ധ സ്ഥലത്തേക്ക് വരണം. പ്രാകാരത്തിലോ അതിന് വെളിയിൽ സർക്കസ് കളിച്ച് കിടക്കുന്ന സ്ഥലത്തൊന്നും ഈ മഹത്വമൊന്നും വെളിപ്പെടില്ല. ആ മഹത്വം വെളിപ്പെടുന്ന വിശുദ്ധ സ്ഥലത്താണ്. ഇന്ന് ഒരു സത്യക്രിസ്ത്യാനിക്ക് ആ മഹത്വം വെളിപ്പെടണമെങ്കിൽ അവൻ വിശുദ്ധ ജീവിതം നയിക്കണം. ഇന്ന് ഒരു വിശുദ്ധ സ്ഥലമൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. പകരം അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിന്ന് വിശുദ്ധ ജീവിതം നയിക്കണം, ഹോളി ലൈഫിലായിരിക്കണം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ച് ഉയരത്തിലേക്ക് തന്നെ നോക്കി ജീവിക്കുമ്പോൾ, വിശുദ്ധ ജീവിതം നയിച്ച് ഉയരത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ദൈവമഹത്വം നമുക്ക് വെളിപ്പെടും. വെളിപ്പാടുകൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അങ്ങനെ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി വെളിപ്പാടിൽ സഞ്ചരിക്കേണ്ടവനാണ്. വെളിപ്പാടിലായിരിക്കണം അവൻ്റെ ജീവിതം. ചുമ്മാ അച്ചടിച്ച് വെച്ചിരിക്കുന്ന എന്തെങ്കിലും വായിച്ച് അങ്ങനെ തൃപ്തി അടഞ്ഞു പോവുകയല്ല വേണ്ടത്. നമ്മുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഇന്നലകളിൽ ഈ അച്ചടിച്ച് വെച്ച പുസ്തകത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നവരല്ലേ. അവിടെ കേട്ട സൗമ്യൻ കാലസ്, കുറിയലൈസോനൊക്കെ കേട്ട് നമ്മൾ പുറത്തേക്ക് വന്ന ആൾക്കാരാണ്. അതൊന്നും പോരാ. അങ്ങനെ അച്ചടിച്ച് വെച്ചതൊന്നും പോരാ. നമുക്ക് ആത്മാവിൽ ആ തൃപ്തി ലഭിക്കണം. അതിനുവേണ്ടി ഇറങ്ങി വന്ന ആൾക്കാരാ. ഇവിടെ വന്നിട്ട് മുടന്തി കിടക്കുക. നമ്മൾ അതും ഇതൊക്കെ വിട്ടിറങ്ങി വന്നത് എന്തിനാ? ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ആത്മാവാം ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ഉയരത്തിലെ വെളിപ്പാടുകൾക്ക് വേണ്ടിയാണ്. ഒരല്പം കേട്ട് വന്നിട്ട് പിന്നെ നമ്മൾ തൃപ്തരായി സമയമില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ചതല്ലേ, ഒരാഴ്ച കൊണ്ട് കേൾക്കാൻ പറ്റുമോ? എന്തെല്ലാം തിരക്കുണ്ട്. പിള്ളേരെ സ്കൂളിൽ വിടണം, സാമ്പാർ വെക്കണം, മറ്റേ അതിനരിയണം, ഇതിനരിയണം, വണ്ടി ഓടിക്കാൻ പോകണം, പിന്നെ അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ്. അതിനിടയ്ക്കാണോ ഈ 1 മണിക്കൂർ പ്രസംഗമൊക്കെ കേൾക്കണേ? എവിടെ സമയം? 5 മിനിറ്റ് കൊണ്ട് പറയുകയാണെങ്കിൽ കേൾക്കാമെന്ന്. ആഹാ, നമുക്കൊരു അപേക്ഷ കൊടുക്കാം സ്വർഗത്തിലേക്ക്. ഈ 66 പുസ്തകത്തെ 6 പുസ്തകമായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാം. ഇത്രയും വലിയ പുസ്തകം ചുവന്നുകൊണ്ട് കിടക്കുകയും ഇതിനകത്ത് ഉപദേശിമാരെല്ലാം പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അത് നമുക്ക് മനസ്സലിവുള്ള ദൈവത്തോട് പറഞ്ഞ്, ദൈവം മനസ്സലിവുള്ളവനാണല്ലോ, നമ്മളോട് ദൈവത്തിന് ദയ തോന്നിയിട്ട് ഇത്രയും വലിയ പുസ്തകം കൊണ്ട് നിങ്ങൾ നടക്കുന്നതും ഇതിൽ നിന്ന് മുഴുവനുമാർ പ്രസംഗിച്ച് കളയും, കൊല്ലാക്കൊല കൊല്ലും. എന്നിട്ട് ഇടയ്ക്ക് ചോദ്യവും ചോദിക്കും, അത് ഓർക്കുന്നുണ്ടോ, ഇത് ഓർക്കുന്നുണ്ടോ എന്ന്. ഒരു കാര്യം ചെയ്തേക്കാം, ചുരുക്കിയേക്കാം, ഒരു 6 പുസ്തകമാക്കി അങ്ങ് ചുരുക്കിയേക്കാം. എങ്ങനെയുണ്ട്? അയ്യോ, എന്താ ഇതിനൊക്കെ മറുപടി പറയുക? ജീവിതത്തിലെ വിലപ്പെട്ട സമയം നമ്മൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ചില്ലെങ്കിലുണ്ടല്ലോ, ഇസ്രായേലിനെ ഓർത്താൽ മതി. എന്താ ഓർക്കേണ്ടത്? അവരോട് ശബത്ത് ആചരിക്കാൻ പറഞ്ഞിരുന്നു.
അവർ ശബത്ത് ആചരിച്ചില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം എന്താ ചെയ്തത്? അവരെ അടിച്ച് പുറത്താക്കി ബാബേലിലേക്ക് വിട്ടിട്ട്, അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, 70 വർഷക്കാലം അവർ ശബത്ത് ആചരിക്കേണ്ട അത്രയും സമയം 70 വർഷക്കാലമുണ്ട്. ആ അത്രയും വർഷക്കാലം അവരെ പുറത്താക്കിയിട്ട് ദൈവം ദേശത്തെ സ്വസ്ഥമാക്കി അങ്ങ് ഇട്ടു. ദൈവത്തിൻ്റെ പ്രമാണത്തെ അവരനുസരിച്ചില്ലെന്നീ, ജാഗ്രതയോടെ അനുസരിച്ചില്ല. അങ്ങനെ ഇന്നലെ ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിച്ചത്. നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ജാഗ്രതയോടെ അനുസരിക്കണമെന്നാണ് വായിക്കുന്നത്. അത് വിട്ട് വഴി മാറിയാലുണ്ടല്ലോ ഞാൻ ആരെന്ന് നീ അറിയും. അങ്ങനെയാണ്. യെശയ്യാവ് 1:19-20 കൂടെ വായിച്ചാൽ ഉത്തരവായി. അത് വിട്ട് വഴി മാറിയാൽ ദേശത്തിലെ നന്മ നീ അനുഭവിക്കില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ. ഐശയ്യാ ചാപ്റ്റർ 1 വേഴ്സ് 19 and 20. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരും. യഹോവയുടെ വായ അരുളി ചെയ്തിരിക്കുന്നു. അത് തന്നെ, യഹോവയുടെ വായ തന്നെയാണ് അരുളി ചെയ്യുന്നത്. നിങ്ങൾ ദേശത്തിലെ നന്മ അനുഭവിക്കുക എന്ന് നമ്മൾ വായിച്ച ഇതൊരു പഴയ നിയമ ഭാഗമാണ്. അതായത് അവർക്ക് ദൈവം കൊടുത്ത, കൈവശാവകാശമായി കൊടുത്ത പാലും തേനും ഒഴുകുന്ന ദേശം, ആ ദേശത്തിലെ നന്മ അനുഭവിക്കണോ? നിങ്ങൾ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വാളിനിരയായി തീരുമെന്നാണ് വായിച്ചത്. നമ്മെ സംബന്ധിച്ച് വരുമ്പോൾ ദേശത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ മാൻഹാട്ടനിലെ നന്മയൊന്നും അല്ല കേട്ടോ. ദേശം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കൊന്നും അല്ല, ന്യൂസിലാൻഡും അല്ല, ഓസ്ട്രേലിയ അല്ല, പിന്നെ മഞ്ഞ് പെയ്യുന്ന രാജ്യങ്ങളും അല്ല. അതൊന്നും അല്ല ഇവിടെ ദേശം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിന് ഒരു വാഗ്ദത്ത ദേശം കൊടുത്താണ് അവരെ നടത്തിക്കൊണ്ട് പോയത്. ആ ദേശത്തിൻ്റെ പേരാണ് കനാൻ. നമ്മെ സംബന്ധിച്ച് മിസ്രൈമിൽ നിന്ന്, ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി നമ്മയും കൊണ്ടുവന്നത് വാഗ്ദത്ത ദേശത്തേക്കാണ്. അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കില്ലെന്നാണ് നമ്മൾ വായിക്കേണ്ടത്. അന്നത്തെ കാലത്തൊരു ഇസ്രായേലിന് അത് വായിച്ചു കഴിഞ്ഞാൽ അവനെന്താ മനസ്സിലാക്കേണ്ടത്? നീ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചില്ലെങ്കിൽ ദേശത്തിൻ്റെ നന്മ നീ അനുഭവിക്കില്ല. അത് മാത്രമല്ല, ശിക്ഷണ നടപടിയും കൂടെ ആ കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു. ഇന്ന് നമ്മെ സംബന്ധിച്ച് ദേശത്തിലെ നന്മ, അതായത് നാം വന്നിരിക്കുന്ന ദൈവരാജ്യത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കപ്പെടുന്നതായ കാര്യങ്ങൾ, നന്മ എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള എന്തെങ്കിലും കാര്യങ്ങളല്ല കേട്ടോ നന്മ എന്ന് പറയുന്നത്. അതൊക്കെ പഴയ നിയമത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ പാസ്റ്റേഴ്സ് അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് വണ്ടി കിട്ടിയിട്ടില്ല. പഴയ നിയമത്തിൽ നിന്നേ അവർക്ക് വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് അവർ അവിടെ നിന്നുകൊണ്ട് ഈ നന്മയൊക്കെ അങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. വണ്ടി കിട്ടി പുതിയ നിയമത്തിലേക്ക് വന്ന ആരും അങ്ങനെ പറയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോറിക്ഷയെങ്കിലും വിളിച്ച് വന്നാൽ പുതിയ നിയമത്തിലേക്ക് വരാം. അവർ ആ പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് നന്മ 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 എന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിച്ച് കുരുക്കിയിട്ടിരിക്കുകയാണ് അവിടെ. ദേശത്തിലെ നന്മ. ഈ ദേശത്ത് എന്ത് നന്മയായിരിക്കുന്നത്? ഈ ദേശത്തെക്കുറിച്ച് പൗലോസ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ളൊരു തലമുറയുള്ളൊരു ഒരു ലോകം. ഈ ദേശത്തെക്കുറിച്ച്, ഈ ഭൂപ്പരപ്പിനെ കുറിച്ച് പത്രോസ് പറയുന്നത് തീക്ക് വേണ്ടി വെച്ചിരിക്കുകയെന്ന്. മുൻകാല പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ? ഇത് പഴകിയ വസ്ത്രം പോലെ ചുരുട്ടിക്കളയും, ആകാശം പുക പോലെ പൊയ്പോകും, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെയാണോ നമ്മുടെ നിക്ഷേപം? അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഏതാ മനോഹര ദേശമുള്ളത്? അളവ് നൂൽ എനിക്ക് വീണിരിക്കുന്ന മനോഹര ദേശത്താണ്. അത് ഇവിടെയാണോ? അതെല്ലാം വരാൻ പോകുന്ന പുതിയ ഭൂമിയുമായി ബന്ധപ്പെടുത്തിയല്ലേ നമ്മൾ പഠിക്കേണ്ടത്. വേറെ ആൾക്കാർ എങ്ങനെയെങ്കിലും പഠിക്കട്ടെ, നമ്മൾ അങ്ങനെ പഠിക്കേണ്ട മനുഷ്യരാണ്. അപ്പം നമ്മൾ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നത്. സീരിയസ് ആയിട്ട് എടുക്കണമെന്ന്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിലേക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ സമയം പോയി കർത്താവേ. അപ്പം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണം. അതെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് സംസാരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാതെ പോവും. വെളിപ്പാടുകൾ വേണം, വെളിപ്പാടുകൾ. ആ വെളിപ്പാടിലാണ് കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് നമ്മൾ പറഞ്ഞത്. പുറപ്പാട് ദിവസം 35-ാം അധ്യായത്തിൻ്റെ 25-26 വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, അവിടെ അത് വായിച്ചേ. എക്സോഡസ് ചാപ്റ്റർ 35, പുറപ്പാട് ദിവസം 35-ന്റെ 25-26 വാക്യങ്ങൾ. സാമർത്ഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമർത്ഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും പോലാട്രോമം നൂറ്റു. അതായത് ഈ വായിച്ച വേദഭാഗം വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു. അതിൻ്റെ കാര്യകാരണം എന്ന് വെച്ചാൽ
പുറപ്പാട് 25-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്, അവിടെയാണ് ഈ ടാബർനാക്കളുടെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് വഴിപാട് കൊണ്ടുവരുവാൻ പറയുന്നത്. നല്ല മനസ്സോടെ കൊണ്ടുവരുന്ന ഓരോരുത്തരോടും നിങ്ങൾ ഇതിൻ്റെ പണിക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ചിലരുടെ കയ്യിൽ ഖദിരമരമുണ്ട്, അവർ ഖദിരമരം കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിനോടനുബന്ധിച്ച് അതിൻ്റെ മുകളിൽ 22-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊൻവഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും അത് കൊണ്ടുവന്നു. എന്നൊക്കെയാണ് കൊണ്ടുവന്നത്? വള, കുണുക്ക്, മോതിരം, മാല മുതലായ സകല പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു. അവരവരുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ കൊണ്ടുവന്നു. എന്നാൽ അതിൽ നിന്ന് കുറച്ചും കൂടെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് 25-26 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് സമൃദ്ധിയുള്ള സ്ത്രീകളൊക്കെയും, സാമൃദ്ധ്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ, സമൃദ്ധിയുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമൃദ്ധ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നൂറ്റു. അതായത് ഈ 12 ഗോത്രത്തിലുള്ള എല്ലാ സ്ത്രീകളും കോലാട്ട് രോമം നൂറ്റു എന്നല്ല നമ്മൾ വായിക്കുന്നത്. ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയവർ ഈ കാര്യത്തിന് വേണ്ടി ചുവടുവെച്ചു. എല്ലാവർക്കും ആ ഉത്സാഹം വരണമെന്നില്ല. നമ്മളങ്ങനെ ഉന്തി മരം കയറ്റിയ മരം കയറുമെന്നൊക്കെ ഒരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഉന്തിയേ ഇങ്ങനെ തള്ളി തള്ളി കയറ്റണമെന്ന്. മരം കയറുന്നവൻ കയറിപ്പോണം. ഉന്തി മരം കയറ്റിട്ട് മരം കയറാൻ മനസ്സുള്ളവൻ അവൻ കയറിപ്പോവും, അവനൊരു സഹായം ചെയ്യാം. ചുമ്മാ നിൽക്കുന്നവനെ ഉന്തി കയറ്റാൻ പറ്റുമോ? തള്ളി കയറ്റാൻ പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ യെസ്, ഇവിടെ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നൂറ്റു. ഈ ഭാഗം വായിച്ചിട്ട് നമ്മൾ പറയായിരുന്നു, അതായത് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ സഹോദരിമാരുടെ പങ്കാളിത്തം എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ആ മെസ്സേജിൻ്റെ ആ ഒരു ഭാഗം, കുറച്ച് ഭാഗം മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. എൻ്റെ കർത്താവ് അവിടെ എന്തെല്ലാം അഭിപ്രായങ്ങൾ ആളുകൾ വന്ന് പറഞ്ഞതെന്നറിയാവോ? അതിനോട് ചേർത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. പുതിയ നിയമസഭ, അതിനോട് ചേർത്ത് നമ്മൾ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങളെ പറഞ്ഞു. അതായത് സഭയുടെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 5 വിധ ശുശ്രൂഷകർ, അവരെയാണ് 5 ഫോൾഡ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ആ 5 വിധ ശുശ്രൂഷകരിൽ നമ്മൾ ഒരു സഹോദരിമാരെയും കാണുന്നില്ല. എന്നാൽ സഹോദരിമാരുടെ പങ്കാളിത്തം സഭയാങ്കൂടാരത്തിൻ്റെ നിർമ്മിതിയിൽ നമ്മൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നു. ഇവിടെയും അവിടെയും നമ്മൾ വിശദീകരിച്ചു. അപ്പം പൂർണ്ണ വിശദീകരണം ഇല്ലാത്തൊരു ഭാഗമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നത്. അത് കേൾക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഒരു ചിന്ത വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഭാഗം അപ്ലോഡ് ചെയ്തത്. എങ്ങനെയാ? അത്രയും ഭാഗം കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരു ജിജ്ഞാസ വരുവാനും ഒരു അന്വേഷണാത്മകത വരുവാനും അവർ ആ മെസ്സേജിൻ്റെ ബാക്കി ഭാഗം ഉണ്ടോ എന്ന് തേടി പിടിക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ അതിന് നേർ വിപരീതമാണ് ഫലമുണ്ടായത്. അവരവിടെ വന്നിട്ട് ശിവകാശിയിലെ പടക്കം മുഴുവൻ മേടിച്ചുകൊണ്ട് വന്ന് പൊട്ടിച്ച് കളഞ്ഞു. പൊട്ടിച്ചിട്ടിട്ട് പോയി. നമ്മളെന്നാ വിചാരിച്ചത്? നമ്മൾ മണ്ടന്മാരായി. നമ്മൾ ആ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ കാര്യം അതിൻ്റെ തുടർച്ച എന്തെന്ന് അവർ അന്വേഷിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു തുടർച്ചയും വേണ്ട, ഒരു കുന്തവും വേണ്ട, കേട്ടിടത്തോളം മതിയായി. ഇയാളൊരു ദുരുപദേശകനാണ്, ഇയാൾ തലതിരിഞ്ഞ ഉപദേശമായി പറയുന്നത്, മഹാമണ്ടത്തരങ്ങളാണ് വിളമ്പുന്നത്, ഇയാൾ എവിടുത്തുകാരനാണെന്ന് പറ്റിയൊക്കെ ചോദിക്കുന്ന ഓരോരുത്തർ. അതിൻ്റെ കമൻസൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വിചിത്രമായ നിലയിലാണ്. അപ്പോൾ ഒരാൾ എന്നോട് റെഫറൻസ് ചോദിച്ചു, സ്ത്രീകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള റെഫറൻസ് തരൂ എന്ന് പറഞ്ഞു. അത് ഇച്ചിരി കടുപ്പത്തിലാണ് പുള്ളി ചോദിച്ചത്. നോർമലി നമുക്ക് ഒരുപാട് ദിവസം 35, 25, 26 അങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ പുള്ളിയോട് ഞാൻ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയാമോ? റെഫറൻസ് പറഞ്ഞു കൊടുത്തേ. പുറപ്പാട് ദിവസം 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്വേഷണത്തിൻ്റെ റിസൾട്ട് കിട്ടും. സ്ത്രീകളുടെ പങ്കാളിത്തം ഉണ്ടോ ഇല്ലയോ എന്ന്. തമ്പുരാനെ, 10-15 അധ്യായം മുഴുവനും അങ്ങനെ വായിക്കണോ? വേണ്ടി വരും. ഒരു താഴ്മയും വിനയവും സത്യാന്വേഷണവും ഒക്കെ ഉള്ള ഒരുവനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ റെഫറൻസ് കൊടുക്കും, അവൻ ഏത് ദുനിയാവിലാണെങ്കിലും. അല്ലാതെ വന്ന് റെഫറൻസൊക്കെ ചോദിച്ചാൽ റെഫറൻസ് ഇങ്ങനെയൊക്കെയാണ് തിരിച്ചു പോവുള്ളൂ. അല്ലാതെ വന്ന് റെഫറൻസൊക്കെ ചോദിച്ചാൽ പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെ പറഞ്ഞു കൊടുക്കും? അവർ അത്യാവശ്യക്കാരല്ല സഹോദരങ്ങളെ. അവരൊന്നും അത്യാവശ്യക്കാരുമല്ല, അവരൊന്നും ദൈവഭയമില്ലാത്ത മനുഷ്യരാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ പഠിക്കുക കേട്ടോ. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ വലിയ സമൂഹത്തെയും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയും അതിലെ ആളുകളുടെ വെളിപ്പാടും അവരുടെ ചിന്തകളും അവരുടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയല്ലേ ഈ
പഠിക്കുന്നത്. ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴല്ലേ അവരെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഏതെങ്കിലും മൂലയ്ക്ക് ഒരു കൊട്ടക്കടി കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യമൊന്നും അറിയില്ല, ചുറ്റും നടക്കുന്ന എന്താണെന്ന് അറിയില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവരുടെ ചിന്താമണ്ഡലത്തിൽ എന്താ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയില്ല. അപ്പം നമ്മൾ ഈ ഭാഗം വായിച്ചിട്ട് ഇതിനോടനുബന്ധിച്ച് വേറെ 1-2 ഭാഗം കൂടെ വായിച്ചു കേട്ടോ. നമ്മൾ കണ്ടെത്തിയ കാര്യം, അതായത് സമാഗമന കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ അതിനെ ഓവറോൾ മാനേജ് ചെയ്യുന്നതാണ് മോശയാണ് എല്ലാ കാര്യത്തിലും ഓവറോൾ മാനേജ് ചെയ്യുന്നത്. അളവ് ലഭിക്കപ്പെട്ടത് മോശയ്ക്കല്ലേ? മോശയ്ക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ചീഫ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ആൾ മോശ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ 35-ാം അധ്യായത്തിൻ്റെ 30 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താ? അതൊന്ന് വായിച്ചേ, 30 മുതൽ താഴേക്കൊന്ന് വായിച്ചേ. എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവിൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഊരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിക്കുവാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ബസലേലിനെയാണ് നമ്മൾ കാണുന്നത്. യഹൂദാ ഗോത്രക്കാരനായ ബസലേലിനെ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തെ സ്വർഗത്തിലെ ദൈവം ദിവ്യാത്മാവിനാൽ സകല ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അദ്ദേഹം സാമർഥ്യക്കാരൻ തന്നെയാണ്, അല്ലേ? അദ്ദേഹം സാമർഥ്യക്കാരൻ തന്നെയാണ്. അത് കഴിഞ്ഞ് 34 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അടുത്തൊരാളെ നമ്മൾ കാണുകയാണ്. അതായത് ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹാലിയാവിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരുന്നു. എങ്ങനെയാ? ദാൻ ഗോത്രക്കാരനായ അഹീസാമാക്കിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ പാകത്തിന് അവനും ജ്ഞാനാത്മാവിൽ നിറഞ്ഞിരുന്നു. അവൻ്റെ ഉള്ളിൽ ആ ഒരു ബോധ്യം കൊടുത്തിരുന്നു. എന്നിട്ട് വായിക്കുന്നത്, കൊത്തുപണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞുനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും ഏതുതരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കല്പിച്ചുണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരുന്നു. അപ്പം നമ്മൾ കണ്ടു, ചീഫ് തച്ചൻ എന്ന് പറയുന്നത് മോശയാണ്. മോശയ്ക്ക് കീഴിൽ ബസലേലും ഒഹാലിയാവും ഉണ്ട്. അവരുടെ കീഴിൽ തയ്യൽക്കാരുണ്ട്, നെയ്ത്തുകാരുണ്ട്, അങ്ങനെ കൗശലപ്പണികൾ ചെയ്യാൻ, അതുപോലെ മറ്റു പല പണികളൊക്കെ ചെയ്യാൻ പാകത്തിന് ഓരോരോ ആളുകളൊക്കെയുണ്ട്. അവരെല്ലാം മാനേജ് ചെയ്യുന്നത് ബസലേലും ഒഹാലിയാവും കൂടെ ചേർന്നാണ് അവരെയൊക്കെ മാനേജ് ചെയ്യുന്നത്. അവർക്കൊക്കെ ദൈവം വേണ്ടുവോളം കൃപ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരുപറ്റം ആളുകളുടെ പങ്കാളിത്തമുണ്ട്. അല്ലാതെ മോശ രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ഓരോരോ കാര്യം ചെയ്ത് ഇത് പൂർത്തീകരിച്ചതല്ല. മോശയുടെ കൂടത്തിൽ ഈ പറയപ്പെട്ട ആളുകളുണ്ട്. അതിൽ നമ്മൾ വളരെ വിശേഷമായി കണ്ടൊരു കാര്യമാണ് സഹോദരിമാരുടെ പങ്കാളിത്തം. അതിൽ നമ്മൾ നെയ്ത്തുകാരെ കുറിച്ച് കണ്ടു. അതിൽ നമ്മൾ നെയ്ത്തുകാരെ കുറിച്ച് കണ്ടു. നെയ്ത്തുകാർ നൂലുകൊണ്ടാണ് നെയ്തെടുക്കുന്നത്. ഈ നൂലുണ്ടാക്കുന്ന ഉത്തരവാദിത്വത്തിലാണ് സഹോദരിമാരായിരുന്നത്. നമ്മൾ ചർക്ക കൊണ്ട് നൂല് നൂൽക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ചർക്ക കൊണ്ട് നൂല് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സഹോദരിമാർ അന്നൊക്കെ എന്ത് മെറ്റീരിയലാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ഏത് വിധത്തിലാണെങ്കിലും ഈ സഹോദരിമാർ നൂൽ നൂറ്റു. അത് അവരുടെ കോൺട്രിബ്യൂഷനാണെന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ കഥയൊന്നും പറഞ്ഞില്ല. അത് ആ സഹോദരിമാരുടെ പങ്കാളിത്തമാണ് സമാഗമന കൂടാരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ. അതായത് അതിൻ്റെ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ തിരശ്ശീലയുണ്ടല്ലോ, ആ തിരശ്ശീലയിൽ 4 കളറിലുള്ള നൂലുകൾ കൊണ്ടല്ലേ അത് തുന്നിയിരിക്കുന്നത്. അത് ഈ സഹോദരിമാരുടെ പങ്കാളിത്തം അതിനകത്തില്ലേ. അതിൻ്റെ ഇന്നർ കർട്ടൻസ്, ഏറ്റവും അകത്ത് കിടക്കുന്ന മൂടുശീല, ഇന്നർ കർട്ടൻ, അത് 4 വിധ നൂലുകൊണ്ട് തുന്നിയ മൂടുശീലകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് ദിവസേന മഹാപുരോഹിതൻ പ്രവേശിക്കുന്നുണ്ട്. ധൂപം കാണിക്കുന്ന കാര്യം ആ മഹാപുരോഹിതൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഹാപുരോഹിതൻ ദിവസേന വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ പ്രവേശിക്കുന്ന സമയത്തൊക്കെ മഹാപുരോഹിതൻ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ അവിടേക്ക് വരുന്നത്. ആ ഹോളി ഗാർമെൻറ്റ്സിൽ മഹാപുരോഹിതൻ അകത്തേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ നിർമ്മിതിയിൽ ഈ സഹോദരിമാരുടെ പങ്കാളിത്തമില്ലേ. അപ്പം ഞാൻ വെളിപ്പാടെന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യം എന്താ? അതാണ് ഈ കേൾവിക്കാർക്ക് മനസ്സിലാകാതെ പോയത്. നമ്മുടെ ഓഡിയൻസിന് മനസ്സിലായില്ല, അവരെ അന്വേഷിച്ചു പോലുമില്ല.
അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഒരു ചിന്ത കൊടുത്തേനെ. അവരുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണോ അല്ലയോ എനിക്കറിയില്ല. ആണെങ്കിൽ ആത്മാവിൽ അവർക്കൊരു ചിന്ത ലഭിക്കില്ലേ? ഈ പറഞ്ഞതിനകത്ത് വലിയൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കേട്ടോ എന്ന ഒരു ചിന്ത ആത്മാവ് കൊടുക്കും. നമുക്ക് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പൂർണ്ണമല്ലാത്ത ചില മെസ്സേജുകൾ നമ്മൾ കേൾക്കും, പക്ഷേ ആ പ്രസംഗിച്ചയാൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് മന്ത്രിക്കും. അതിനകത്ത് നിന്നൊരു വെളിപ്പാട് നമുക്കുണ്ട്. അതിൻ്റെ തുടർച്ചയെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നിൻ്റെ ആത്മീയ പോഷണത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ദാസനെ കൊണ്ട് പ്രസംഗിപ്പിച്ചിരിക്കുന്നത്. നീ അത്രയും വലിയ പ്രസംഗമൊന്നും കേൾക്കുന്ന ആളല്ലാത്തത് കൊണ്ടാണ് ഈ 1 മിനിറ്റും കൊണ്ട് അവർ വന്നിരിക്കുന്നത്. നിന്നെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ ആ മെസ്സേജുകളുടെ ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവർ ഈ സാഹസത്തിന് മുതിർന്നത്. നീ അന്നേരം ശിവകാശിയിലെ പടക്കം മുഴുവൻ പൊട്ടിച്ച് അങ്ങനെ ശരിയാവും? നീ അന്നേരം ശിവകാശിയിലെ പടക്കം മുഴുവൻ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചാൽ ശരിയാവുമെന്ന് ചോദിക്കില്ലേ? അപ്പോൾ എന്താ അതിലെ വെളിപ്പാട് നമ്മൾ കണ്ടത്? അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന അഹ്റോൻ, ഇന്നലകളിൽ താഴ്വരയിൽ കാളക്കുട്ടി ഉണ്ടാക്കിയ മനുഷ്യൻ, താൻ നിമിത്തം 3000 പേര് പട്ടുപോയൊരു ചരിത്രം കിടപ്പുണ്ട്. അങ്ങനെയുള്ള അഹ്റോനാണിപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്. കൃപയാലാ നിൽപ്പ്. അങ്ങനെ നിൽക്കാനായിട്ട് അഹ്റോനെ പ്രാപ്തമാക്കിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെ അവിടേക്ക് കടന്നു വന്ന് നിൽക്കണമെങ്കിൽ അഹ്റോൻ ഈ പറയപ്പെട്ട വിശുദ്ധാലങ്കാരത്തോടെയാണ് അവിടെ വരാൻ പറ്റുകയുള്ളൂ. വിശുദ്ധാലങ്കാരത്തോടു കൂടി. അപ്പോൾ തനിക്ക് വേണ്ടി തുന്നിയെടുത്തിരിക്കുന്ന ഈ വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ സ്മരണ ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. അഹ്റോൻ ചിന്തിക്കുക, ഞാൻ കേമനാണ്, ഞാനിപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നത്, ഈ പെണ്ണുങ്ങളൊക്കെ ചുമ്മാ പെണ്ണുങ്ങളുടെ പ്രാകാരത്തിലാണ് നിൽക്കുന്നതെന്ന് അങ്ങനെ ചിന്തിക്കരുത്. പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ പ്രാകാരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ, കാരണം അത് ദൈവം വെച്ച വ്യവസ്ഥ അങ്ങനെയാണ്. ആ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർക്ക് കടന്നു വരാൻ കഴിയില്ലെന്നേ. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രാകാരത്തിലല്ലേ നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ അവർക്ക് ഈ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മിതിയിലും അവിടേക്ക് കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതൻ്റെ ആ കടന്നുവരവിൻ്റെ പിന്നിലും ഒരു പങ്കാളിത്തം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ പടക്കം പൊട്ടിക്കുമെന്നാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലാത്തതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞേ. ഈ കമൻ്റ് എഴുതിയ ഉപദേശിമാരോടാണ് ഈ പറയുന്നത് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ സഭായോഗത്തിന് 24 മണിക്കൂർ ദാവീദിൻ്റെ സങ്കീർത്തനം എടുത്തു വെച്ച 1.5 മണിക്കൂർ ദാവീദും ഗോലിയാത്തുമായിട്ട് ഇങ്ങനെ 1.5 മണിക്കൂർ പോകുന്ന ആ പോക്കിൽ ഇതൊന്നും മനസ്സിലാകില്ല. ഇപ്പോൾ പറഞ്ഞത് വെളിപ്പാടാണ്. ഇതിനോട് ചേർത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യം എന്നാ, കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർ, അതിലൊരൊറ്റ സ്ത്രീ പോലുമില്ല. ഒരൊറ്റ സ്ത്രീ പോലുമില്ല. പക്ഷേ ആ 12 പേരുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ആ 12 പേരുടെ നടുവിൽ നിന്ന് പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ആ 11 പേരും അവർ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന പോലെയാണ് പത്രോസ് സംസാരിച്ചത്. ആ 11 പേരുടെയും പങ്കാളിത്തമുണ്ട് അതിനകത്ത്. പിന്നീടുള്ള അവരുടെ ശുശ്രൂഷകളിലേക്ക് നോക്കുമ്പോൾ പത്രോസ് ആകട്ടെ, പൗലോസ് ആകട്ടെ, യോഹന്നാൻ ആകട്ടെ, അവർക്കൊക്കെ നല്ല സ്മരണയുള്ളൊരു കാര്യം എന്താ? ഒരുപറ്റം സഹോദരിമാർ പ്രാർത്ഥനയിൽ പോരാടുകയാണ്, സുവിശേഷ ഘോഷണത്തിൽ അവരോടുകൂടെ പോരാടുകയാണ്. അപ്പോൾ സഹോദരിമാരുടെ പങ്കാളിത്തം പുതിയ നിയമ സഭയാം കൂടാരത്തിൻ്റെ കെട്ടുപണിയിൽ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് എന്തെല്ലാമൊക്കെയാണ് ഓരോരുത്തർ വന്ന് പറഞ്ഞെന്നറിയാവോ? എൻ്റെ ദൈവമേ, ഇതെന്ത് മനുഷ്യരാന്ന് ഞാൻ ഓർത്തുപോയി. നമ്മൾ സ്ത്രീകൾ സഭായോഗത്തിൽ പ്രസംഗിക്കണ്ടോ ഇതൊന്നും അവിടെ പറഞ്ഞില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടോ അങ്ങനെ പ്രസംഗിച്ചത്? സ്ത്രീകളുടെ പങ്കാളിത്തം എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ ഇനി ഭാഷ പഠിപ്പിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ലാത്തത്. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയിൽ അവരുടെ പങ്കാളിത്തം, ഒരു കോൺട്രിബ്യൂഷനുണ്ട് അവരുടെ. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ പുതിയ നിയമ സഭയാം കൂടാരത്തിൻ്റെ നിർമ്മിതിയിലും ഈ സഹോദരിമാരുടെ പങ്കാളിത്തമുണ്ട്. അതിൻ്റെ സ്മരണയ്ക്കാണ് റോമാലേഖനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ലാസ്റ്റ് കത്ത് കൺക്ലൂഡ് ചെയ്യണമല്ലോ. റോമാലേഖനം എന്ന് പറയുന്നൊരു കത്തല്ലേ. ആ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുമ്പോൾ കൺക്ലൂഷൻ ഭാഗത്താണ് ഫേബയെ സ്മരിച്ചുകൊണ്ടാണ് ആ ഒരു ഭാഗം തുടങ്ങുന്നത്. ക്രംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബ, ആ സഹോദരിയൊക്കെ മോൾഡ് ചെയ്തെടുത്തത് പൗലോസാണ്. അവരൊക്കെ പൗലോസിനോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയവരാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഓരോരുത്തരുടെ കാര്യം നമ്മൾ വായിച്ചില്ലേ കഴിഞ്ഞ ദിവസം? ആ സഹോദരിമാരൊക്കെ പോരാട്ട വീര്യത്തോടുകൂടി ഇവരോട് ചേർന്ന് നിന്നതാണ്. അവരപ്പോൾ ഏത് രീതിയിൽ പോരാടി എന്ന് ചോദിച്ചാൽ, അവർ ആത്മാവിൽ പോരാടി, പ്രാർത്ഥനയിൽ പോരാടി, ആത്മയുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. ഇന്നത്തെ പെന്തിക്കോസിന് ആത്മയുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ വല്ലതും പിടികിട്ടോ എനിക്കറിയില്ല. ആ സഹോദരിമാർ ആത്മയുദ്ധത്തിൽ ഏർപ്പെട്ടവരാ പൗലോസിനോട് കൂടെ.
പൗലോസ് എഫെസോസിൽ വന്നപ്പോൾ മൃഗയുദ്ധം ചെയ്ത കാര്യമൊക്കെ പറയുന്നില്ലേ? അതെന്താ, സിംഹത്തോടും പുലിയോടും പോയി യുദ്ധം ചെയ്തു എന്നാണോ അതിൻ്റെ അർത്ഥം? അതായത് ആത്മലോകത്തെക്കുറിച്ച് ആളുകൾക്ക് വലിയ ഗ്രാഹ്യമില്ല. ആത്മലോകത്തെക്കുറിച്ച്, ആത്മലോകം എന്ന് പറയുന്ന ബൃഹത്തായൊരു ലോകമാണ്. ആ ആത്മലോകത്ത് ദുഷ്ടാത്മ സേനകളുണ്ട്. ദൈവസഭയുടെ കെട്ടുപണിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് ആ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നൊരു സമയം അത് നമ്മൾ കാണുന്ന മത്തായി 10-ാം അധ്യായത്തിലാണ്. അവരെ കമ്മീഷൻ ചെയ്ത് അയക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകണം, ശമരിയിലേക്കൊന്നും പോകരുത്, വേറെ വെളിയിലേക്കൊന്നും പോകരുത്. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലൂടെ കടന്നു ചെന്ന് ദൈവരാജ്യം സമീപിച്ചെന്ന് ഘോഷിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരാൻ പറഞ്ഞു. അവരങ്ങനെ പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു, യേശുവിൻ്റെ നാമത്തിൽ ചെയ്തു വന്നു. അങ്ങനെയൊക്കെ ചെയ്തു വന്നേ അവരോടാണ് കർത്താവ് പറയുന്നത്, പട്ടണത്തിൽ നിന്ന് വാങ്ങിപ്പോകരുത്, പട്ടണത്തിൽ തന്നെ കാത്തിരിക്കണം. എന്തിനാ? ഉയരത്തിലെ ശക്തി ധരിക്കേണ്ടതുണ്ട്. എന്നിട്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളെയും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളെയൊക്കെ കാൽക്കീഴിൽ കൊണ്ടുവരണം. അതിനോടെല്ലാം പോരാടേണ്ടതുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എഫെസോസിലെ സഹോദരിമാരോടാണ് അതൊക്കെ പഠിപ്പിച്ചത്. എഫെസോസിലും ഫിലിപ്പിയിലും കൊലോസിയിലും ഒക്കെയുള്ള സഹോദരിമാരെയല്ലേ അത് പഠിപ്പിച്ചത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലെന്ന്. അപ്പോൾ അവരാ പോരാട്ട വീര്യത്തിൽ നിന്നവരാണ്. പൗലോസിനോട് കൂടെ നിന്ന് സുവിശേഷ ഘോഷണത്തിൽ അവർ പോരാടി. യോദ്ധിയ സിന്ധിയൊക്കെ നോക്ക്, ആ സഹോദരിമാരെല്ലാം തന്നോടുകൂടെ പോരാടി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ലെന്നേ, ഈ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്ക് കഞ്ഞിയും കറിയൊക്കെ വെച്ചു കൊടുത്ത് കാണും ചിലപ്പോൾ, അല്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് കാണും. അങ്ങനെ പലവിധമായ രീതിയിൽ ആ മിനിസ്ട്രിയിൽ അവർ നല്ല സപ്പോർട്ടേഴ്സായിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിരുന്നു അവർ. അതിനും സ്വർഗത്തിലെ ദൈവം വലിയ പരിഗണനയായിരിക്കും കൊടുക്കുന്നത്. അതായത് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ മുൻനിരയിൽ യുദ്ധം ചെയ്യുന്നവരുണ്ട്, പിൻനിരയിൽ അവരുടെ സാമാനങ്ങൾ അത് സൂക്ഷിക്കുന്നവരുണ്ട്. ആ സൂക്ഷിക്കുന്നവർക്കും രണ്ടു കൂട്ടർക്കും കൊള്ള പങ്കിടുമ്പോൾ ഒരേ രീതിയിൽ അവിടെ കൊടുത്തത്. എന്ന് വെച്ചാൽ അത് പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? തിരശ്ശീലയ്ക്ക് പിന്നിൽ മുഴങ്കാലിൽ നിൽക്കുന്നവർ, അതുപോലെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ മുൻനിര പോരാളികൾക്ക് വേണ്ടി എല്ലാവിധമായ കാര്യങ്ങളും ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന അവർക്കെല്ലാം സ്വർഗത്തിലെ ദൈവം പ്രതിഫലങ്ങളെ കൊടുക്കും. അവർക്കെല്ലാം വലിയ ഗൗരവം തന്നെയാണ് കൊടുക്കുന്നത്. അവരുടെ പങ്കാളിത്തം ചെറുതാണോ? അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണം എനിക്ക് വേണ്ടി. ഞാൻ വായി തുറക്കുമ്പോൾ വചനം വെളിപ്പെടണം. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളൊക്കെ ഇടപെടും. തെസ്സലോനിക്കയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ സാത്താൻ തടുത്തു കളഞ്ഞെന്നൊക്കെ പൗലോസ് പറയുന്നില്ലേ? അങ്ങനെ തടസ്സങ്ങളും തടസ്സവാദങ്ങളും ഒക്കെ ആയിട്ട് സൈറ്റാൻ അവൻ്റെ സകല ഭൂതഗണങ്ങളുമായിട്ട് പിന്നിലുണ്ട്. ഇത് കുഞ്ഞുകളിയല്ല, കളിക്കളത്തിലല്ല, അടർക്കളത്തിലാണ്. അപ്പോൾ അവിടെ സഹോദരിമാരുടെ പങ്കാളിത്തമൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നോക്കണം, 12 ശിഷ്യന്മാരിൽ ഒരു സ്ത്രീ പോലും ഇല്ല. പക്ഷേ ആ 12 ശിഷ്യന്മാരും ആ 12 അപ്പോസ്തലന്മാരും അവരുടെ ശുശ്രൂഷയിൽ ഈ സഹോദരിമാരെ തങ്ങളോട് ചേർത്ത് സഹകരിപ്പിച്ചിരുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ കേൾവിക്കാർ അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ അവർ എഴുതാപ്പുറം വായിച്ചു. അതായത് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്തവ ലോകത്ത് ഒത്തിരി കീറാമുട്ടികളുണ്ട്. അതായത് ഒത്തിരി ഡിസ്പ്യൂട്ടുകൾ കിടക്കുകയാണ് കാലങ്ങളായിട്ട്. സ്ത്രീകൾ മിണ്ടരുന്നൊരു കൂട്ടം ആൾക്കാർ, സംസാരിക്കണമെന്ന് ഒരു കൂട്ടം ആൾക്കാർ, അങ്ങനെ എന്തെല്ലാം യുദ്ധങ്ങൾ കിടക്കുകയാണ്. അവരതൊക്കെ വെച്ചിട്ടാണ് ചിന്തിച്ചത്, ഈ പാസ്റ്റർ അങ്ങനെ എന്തുവാ പറഞ്ഞതെന്ന്. ആരും ഒന്നും തെളിച്ച് അവരുടെ അഭിപ്രായം പറയുന്നില്ല. അവരെല്ലാം പറയുന്നത് എന്താ? ഈ പറയുന്നൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, വെളിപ്പാടല്ലെന്നാണ് പറയുന്നത്. എന്നാൽ ശരി, താങ്കൾ മൊഴിയൂ, തിരുവായി മൊഴിയൂ, എന്താണ് ശരിയായ കാഴ്ചപ്പാടെന്ന് പറയൂ. സ്ത്രീകൾ സംസാരിക്കണോ, സ്ത്രീകൾ സംസാരിക്കാതിരിക്കണോ? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? ഞങ്ങളിവിടെ സ്ത്രീ സംസാരിക്കുന്ന കാര്യം ഒന്നും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞത് എന്താ? അവരുടെ പങ്കാളിത്തമാണ് പറഞ്ഞത്. കൂടാരത്തിൻ്റെ കെട്ടുപണിയിൽ അവരുടെ പങ്കാളിത്തം. പുറപ്പാട് ദിവസം 38-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 38, 38:8. എക്സോഡസ് ചാപ്റ്റർ 38 വേഴ്സ് 8. ഇപ്പം നമ്മൾ വായിച്ചത് പുറപ്പാട് ദിവസം 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ്. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വരുന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടിയും അതിൻ്റെ താമ്രക്കാലും ഉണ്ടാക്കി. ഈ വലിയവായിൽ വർത്തമാനം പറയുന്ന ആളുകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ ചുറ്റും, വലിയ കമൻ്റ് എഴുത്തുകാരൊക്കെ ഉണ്ട്. അവരോടായിട്ട് എൻ്റെ ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഈ വായിച്ച ഈ ഭാഗം
സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വരുന്ന സ്ത്രീകളുടെ ദർപ്പണങ്ങൾ കൊണ്ട് അവൻ താമ്രത്തൊട്ടി അതിൻ്റെ താമ്രക്കാരും ഉണ്ടാക്കി. നിലവിൽ സമാഗമന കൂടാരത്തിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ അല്ലേ? അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അത് നടക്കുന്ന സമയത്ത് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വരുന്ന സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തർത്ഥത്തിലാണ് നിങ്ങൾ എടുക്കുന്നത്? നിലവിൽ സമാഗമന കൂടാരം ഇല്ല. പക്ഷെ ഇവിടെ വായിക്കുന്ന സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളെന്നാണ്. കൂടാരത്തിനുള്ള മെറ്റീരിയൽസൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബസലേലും ഒഹാലിയാവും രാപ്പകലിനെ പണിതുകൊണ്ടിരിക്കുകയാണ്. നെയ്ത്തുകാരും തയ്യക്കാരും ഒക്കെ കുപ്പായമൊക്കെ തയ്പ്പിക്കാനായിട്ട് എല്ലാവിധ പണികളും അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുകയാണ് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വരുന്ന സ്ത്രീകൾ എന്ന്. അതേത് കൂടാരമാണ്? വല്ല ഉത്തരവുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, നമുക്ക് എല്ലാം അറിയാമെന്നുള്ള ആ ഒരു ധാർഷ്ട്യമൊന്നും നല്ലതല്ല. നിങ്ങളോടല്ല പറഞ്ഞത്, മേലാൽ കേൾക്കുന്നവരോട് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് എല്ലാം അറിയാമെന്നുള്ള ധാർഷ്ട്യം നല്ലതല്ല. താണിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചെടുക്കുകയുള്ളൂ. അതല്ലാത്തിടത്തോളം കാലം അരയും മുറിയൊക്കെ ആയിട്ട് നമ്മൾ കമൻ്റ് എഴുതി നമ്മുടെ ജീവിതം അവസാനിക്കും. വലിയൊരു കാര്യമാണ് വായിച്ചത്. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്തു വരുന്ന സ്ത്രീകൾ. അതേത് സ്ത്രീകളാണ്? അത് ഏത് കൂടാരമാണ്? ഇവിടെ കൂടാരം പണിത് തീർന്നിട്ടില്ല. ഇതിൻ്റെ 40-ാം അധ്യായം വരുമ്പോഴാണ് കൂടാരത്തിൻ്റെ പണി തീർന്ന് അതിൻ്റെ പ്രതിഷ്ഠയിലേക്ക് വരുന്നത്. ഇപ്പോൾ പണികൾ അല്പാൽപമായി ചെയ്ത് വരുന്നേ ഉള്ളൂ. ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പോകാതെ തന്നെ ആ സബ്ജക്റ്റിലേക്ക് വരാം. നോക്കണം, ഇവിടെ ഒരു കൂട്ടം സഹോദരിമാരെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആ സഹോദരിമാർ മനഃപൂർവ്വമായി അവരുടെ ദർപ്പണങ്ങൾ, മുഖക്കണ്ണാടി എന്ന് പറയും, മുഖം നോക്കുന്ന മിറർ, മുഖക്കണ്ണാടി, ആ മുഖക്കണ്ണാടി, അതായത് താമ്രം കൊണ്ടുള്ള ആ മുഖക്കണ്ണാടി, ആറന്മുള കണ്ണാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഒരു സാധനമായിട്ട് കൂട്ടിക്കോ. ആറന്മുള കണ്ണാടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യമാണിത്. അവരുടെ ആ മുഖദർപ്പണങ്ങൾ അവർ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഞങ്ങൾ ഇനി മുഖമൊന്നും നോക്കുന്നില്ല, ഞങ്ങളുടെ സൗന്ദര്യമൊക്കെ ഉള്ളതുപോലെയൊക്കെ മതി. ഇനി കുടുക്കുഞ്ഞാത്തും അതൊക്കെ കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ ഇട്ട് നോക്കാനായിട്ട് മുഖക്കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കാനായിട്ട് അതെല്ലാം കൊടുത്തു. ബസലേൽ അതെല്ലാം വെട്ടി തീക്കകത്തേക്കിടും. കുണുക്കും മോതിരവും വളയും കിളയും ഒക്കെ തീക്കകത്തേക്കിടും ബസലേൽ. അതെല്ലാം ഉരുകി അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ പണിയോടുള്ള ബന്ധത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയല്ലേ. അത് കാതിലും കഴുത്തിലും അവിടെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കേണ്ടിയിരുന്ന സാധനങ്ങളെല്ലാം ഇപ്പോൾ വിശുദ്ധ സ്ഥലത്ത് 48 പലകയെ കവർ ചെയ്തുകൊണ്ട് വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. മഹത്വ സന്നിധിയിലായിരിക്കും അതിൻ്റെ നിൽപ്പിനി. അതേസമയം അത് ഞാൻ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ വല്ല മഹത്വത്തിലേക്കും പ്രവേശിക്കാൻ പറ്റുമോ? ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എനിവേ, ഇവിടെ നമ്മൾ കണ്ടെത്തിയ ഈ സഹോദരിമാരുടെ സ്വകാര്യമായ സമ്പാദ്യമാണത്. ആ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്, മുഖക്കണ്ണാടി എന്ന് പറയുന്നത്. അത് നിർബന്ധിച്ച് ആരും കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. വലിയവനായ ദൈവം പറഞ്ഞിട്ടില്ല, തൻ്റെ ദാസനായ മോശയും പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളെല്ലാം മുഖക്കണ്ണാടി ഇവിടെ കൊണ്ടുവരണം കേട്ടോ, അല്ലെ ശരിയാക്കി കളയുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ യാതൊരു ആലോചനയും അവിടെ വെച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ആ താല്പര്യം തോന്നിയിട്ട് അവരത് കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള നിലയിൽ ബസലേൽ അത് തീക്കകത്തേക്ക് വിടും. താമ്രത്തിൻ്റെ പണിയെല്ലാം ബസലേലിൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. അങ്ങനെ സഹോദരിമാരുടെ മുഖക്കണ്ണാടിയെല്ലാം തീക്കകത്തേക്ക് പോയി. അത് ഉരുക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ അതിനെ മറ്റൊരു ഷെയ്പ്പിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ വരെ ഇരുന്ന ഷെയ്പ്പല്ല, തീക്കകത്തൂടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു ഷെയ്പ്പിലേക്ക് വന്നു. താമ്രത്തൊട്ടി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ താമ്രത്തൊട്ടി എന്തിനുള്ളതാ? അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പുരോഹിതന്മാരുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ വെള്ളം ശേഖരിക്കാനുള്ളതാണ്. താമ്രത്തൊട്ടി അവിടെ ഇല്ലെങ്കിൽ സമാഗമന കൂടാരമോ യെരുശലേം ദേവാലയമോ ചലിക്കില്ല. യെരുശലേം ദേവാലയത്തിലും തത്തുല്യമായ കാര്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ താമ്രത്തൊട്ടി ഏറ്റവും സീരിയസ് ആയ കാര്യമാണ്. ഈ താമ്രത്തൊട്ടി ഏറ്റവും സീരിയസ് ആയ ഒരു കാര്യമാണ്. ദൈവസന്നിധിയിൽ യാഗാർപ്പണത്തിനും പിന്നീട് ധൂവാർപ്പണത്തിനും കടന്നു വരുന്ന പുരോഹിതൻ ആദ്യം വരുന്നത്
യാഗപീഠത്തിൻ്റെ സൈഡിലൂടെ വരുന്നത് താമ്രത്തൊട്ടിയുടെ അടുക്കലാണ്. അവിടെ വന്നാണ് കയ്യും കാലും ഒക്കെ കഴുകി ആ ശുദ്ധീകരണ നിയമങ്ങൾ പൂർത്തീകരിച്ച് പിന്നീട് യാഗം അർപ്പിക്കുന്നതും യാഗരക്തവുമായി അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് താൻ അവിടെ ധൂപാർപ്പിക്കും, പരിമള ധൂപാർപ്പണത്തിലേക്ക് പ്രവേശിക്കും. അതാണ് ഈ ശുശ്രൂഷയിൽ ഏറ്റവും ഗംഭീരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് ഈ താമ്രത്തൊട്ടിയുടെ നിർമ്മിതിക്ക് വേണ്ടി ആ ദർപ്പണങ്ങളെ മനഃപൂർവ്വമായി ദാനം ചെയ്ത സഹോദരിമാർക്ക് അതിലൂടെ ഒരു ശുദ്ധീകരണം പ്രാപിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അങ്ങനെ കടന്നു വരാനായിട്ട് അവർക്ക് അന്ന് അനുവാദമില്ല. അത് ദൈവം അനുവദിച്ചിട്ടില്ല. പക്ഷേ അവർക്കൊരു പങ്കാളിത്തം അവിടെ ലഭിച്ചു താമ്രത്തൊട്ടിയുടെ നിർമ്മാണത്തിൽ. അതിനെ ചുരുക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയിൽ സഹോദരിമാരുടെ പങ്കാളിത്തം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പങ്കാളിത്തം ഉണ്ടെന്ന് നിർമ്മിതിയിൽ. അല്ലാതെ സഹോദരിമാരെല്ലാം മോസ്റ്റ് ഹോളി പ്ലേസിൽ പോയി അവിടെ ധൂപം അർപ്പിക്കുന്നു, അതുപോലെ യാഗപീഠത്തിൽ അവർ യാഗം അർപ്പിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ വക കാര്യത്തെക്കുറിച്ചൊന്നും വലിയ പങ്കിനും വലിയ ഗ്രാഹ്യമില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ സഹോദരിമാരാരും യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചെന്നോ വിശുദ്ധ സ്ഥലത്ത് പോയി ധൂപപീഠത്തിൽ ധൂപം അർപ്പിച്ചെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. ഇതിൻ്റെ നിർമ്മിതിയിൽ അവരുടെ പങ്കാളിത്തം എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ സഹോദരിമാർ മൈക്കെടുത്ത് വെച്ച് പ്രസംഗിച്ചെന്നും അവർ ഉപദേശം സ്ഥാപിച്ചെന്നും ആണുങ്ങളുടെ എല്ലാം തലയിൽ കൈവച്ച് അവരെല്ലാം കുലുക്കി മറിച്ചെന്നും ഉന്തി തെളിയിട്ടുന്നും അങ്ങനെയൊന്നും നമ്മൾ പ്രസംഗിച്ചില്ല. ഇതൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞത് അവരുടെ പങ്കാളിത്തം ഉണ്ടെന്നുള്ളതാണ്. അവർ ഇടിവിൽ നിന്ന് പോരാടുന്നവരാണ്, അപ്പോസ്തലന്മാരോട് ചേർന്ന് സഞ്ചരിച്ചവരാണ്, മുൻനിര പോരാളികളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെയും കൂടെ പറഞ്ഞു, 5 വിധ ശുശ്രൂഷയിൽ ഒരു സഹോദരിമാരും ഇല്ല, സ്ത്രീകളെ ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. 5 വിധ ശുശ്രൂഷയ്ക്ക് സ്ത്രീകളെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. 5 ഫോൾഡ് മിനിസ്ട്രിയിൽ അവരാരുമില്ല. പക്ഷേ പുതിയ നിയമ സഭയാമാലയത്തിൻ്റെ നിർമ്മിതിയിൽ അവർക്കൊരു പങ്കാളിത്തമുണ്ട്. അത്രയും പറഞ്ഞ് അവിടെ നിർത്തി. നമ്മുടെ ഫുൾ മെസ്സേജിൽ അതിൻ്റെ കണ്ടിന്യൂവേഷനുണ്ട്. പക്ഷേ അത്രയും പറഞ്ഞ് നിർത്തിയ അത് വെച്ചിട്ടാണ് ആളുകൾ അസസ് ചെയ്യുന്നത്. ചുമ്മാ അങ്ങ് അസസ് ചെയ്യുകയാണ് അവർ. ഇവരിങ്ങനെ ആയിരിക്കും ചിന്തിച്ചത്, ഇവരിങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചതെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. നമ്മളെന്താ ചിന്തിച്ചത്, നമ്മളെന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്കറിയാവോ? അത് ഫുൾ മെസ്സേജ് കേട്ടാലല്ലേ മനസ്സിലാകുകയുള്ളൂ. നമ്മൾ പറഞ്ഞത് ഈ 12 അപ്പോസ്തലന്മാരിലൊരു സ്ത്രീയും ഇല്ല. പക്ഷേ ആ 12 അപ്പോസ്തലന്മാരോട് ചേർന്ന് സഹോദരിമാർ സഞ്ചരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. 5 വിധ ശുശ്രൂഷയിൽ അവരില്ലെന്നും നമ്മൾ പറഞ്ഞു. അത് ചിലർക്ക് പ്രകോപനമായി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഒക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ഫിലിപ്പോസിന് കന്യകളായ 4 പെൺമക്കളുണ്ട്. ആ 4 പേരും പ്രവചിക്കുമെന്നാണ് പറയുന്നത്. 4 പേരും പ്രവചിക്കും. അപ്പോൾ 5 വിധ ശുശ്രൂഷയിൽ അവരില്ലേ? ഇന്നത്തെ പെന്തിക്കോസ്തിൻ്റെ വെളിപ്പാട് ഇത്രയേ ഉള്ളൂ. ഇതിലപ്പുറം ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ശുശ്രൂഷകർ അവരെ നയിക്കുന്നില്ല ആ ഒരു നിലയിലേക്ക്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം തുറന്നേ. 21-ാം അധ്യായത്തിൻ്റെ 7 മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ കൈസരിയിലുള്ള ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിലേക്ക് പൗലോസ് ചെല്ലുകയാണ്. അവിടെ ഫിലിപ്പോസിന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. അവിടെ പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റിയിട്ടില്ല, നമ്മുടെ പെന്തിക്കോസുകാർക്കാണ് തെറ്റുപറ്റിയത്. വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഫിലിപ്പോസിന് കന്യകമാരും, അതായത് കല്യാണം കഴിച്ച് കൊടുത്തിട്ടില്ലെന്ന അർത്ഥം, ഫിലിപ്പോസിന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. അവിടെ ശരിക്കും എഴുതേണ്ടത് എങ്ങനെയാണ്? ഫിലിപ്പോസിന് 4 പെൺമക്കളുണ്ടായിരുന്നു, അവർ പ്രവാചകികളായിരുന്നു എന്ന് എഴുതിയ ഈ കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? വളരെ കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫിലിപ്പോസിൻ്റെ പെൺമക്കൾ പ്രവചിക്കും. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ട് താഴെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം കാണിക്കുന്നത്. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബാസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. ശരിക്കും അവിടെ എങ്ങനെ എഴുതേണ്ടത്? ഞങ്ങൾ അവിടെ പാർത്തിരിക്കുമ്പോൾ അഗബാസ് എന്ന പ്രവചിക്കുന്ന ഒരുവൻ യഹൂദിയിൽ നിന്ന് വന്നു എന്ന് എഴുതിയാൽ പോരെ? പകരം എന്താണ് എഴുതിയത്? അഗബാസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. മുകളിൽ പ്രവചിക്കുന്ന കന്യകമാരെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെയും അന്തരം നമ്മുടെ സമൂഹത്തിലും മെജോറിറ്റിക്ക് അറിയില്ല സഹോദരങ്ങളെ. സഹതപിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എന്താ പറയാൻ പറ്റുന്നത് നമുക്ക്? സഹതപിക്കുക അല്ലാതെ വേറെ മാർഗമില്ല. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം ഇവരിൽ പലർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം പലർക്കും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. വേഗം തുറന്നേ.
1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അതിൻ്റെ തുടക്കത്തിൽ കാണുന്നത്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയാണ് പ്രവചനവരം വാഞ്ചിപ്പിനെന്ന്. അത് കഴിഞ്ഞ് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. കൊരിന്ത്യ സഭയിലുള്ള എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. കൊരിന്ത്യ സഭയിൽ 50 പേരുണ്ട്. 25 ആണുങ്ങളും 25 സ്ത്രീകളും, 25 പുരുഷന്മാരും 25 സ്ത്രീകളും ഉണ്ട്. അപ്പോൾ 25 സഹോദരന്മാരും 25 സഹോദരിമാരും എല്ലാവരും ഒരുമിച്ച് പ്രവചിക്കുകയാണെങ്കിൽ ഈ സഹോദരന്മാരും ഈ സഹോദരിമാരും പ്രവാചകന്മാരോ പ്രവാചികളോ അല്ല. അവർക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത് പ്രവചന വരമാണ്, പ്രവചന വരം. അതേസമയം എഫേസ്യ ലേഖനം 4:11 പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും എന്നും പറഞ്ഞാണ് പറയുന്നത്. അവിടെ പറയുന്ന 2-ാമത്തെ കാര്യത്തിൽ പ്രവാചകൻ എന്ന് തന്നെയാണ് പറയുന്നത്. പ്രവചന വരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. അതൊരു ഓഫീസാണ്, അതൊരു അധികാര കേന്ദ്രമാണ്. പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ഓഫീസാണ്, അതൊരു അധികാരമാണ്. അതേസമയം ഇവിടെ ഈ പറയപ്പെട്ട കാര്യം എന്താ? ഇത് സഭയിലുള്ള സകല വിശുദ്ധന്മാരും പ്രവചിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഈ 14-ാം അധ്യായത്തിൽ വ്യക്തിപരമായി നാം ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കുന്ന കാര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രവചന വരം ലഭിച്ചിട്ടുള്ള ആളുകൾ അവരുടെ മാതൃഭാഷയിൽ പ്രവചിക്കുന്ന കാര്യമുണ്ട്. അതുപോലെ തന്നെ അന്യഭാഷയിൽ പ്രവചിക്കുന്ന കാര്യമുണ്ട്. അങ്ങനെ അന്യഭാഷയിൽ പ്രവചിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് വ്യാഖ്യാനിയുടെ കാര്യം പറയുന്നത്. വ്യാഖ്യാനി ഇല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. അതും പൊക്കി പിടിച്ചുകൊണ്ട് ഒത്തിരി പേര് വരാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളെല്ലാവരും പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നെന്നാണ് പറയുന്നത്. പ്രവചനവരം വാഞ്ചിപ്പിനെന്ന്. അങ്ങനെ പ്രവചനവരം ലഭിച്ച ആളുകളൊന്നും പ്രവാചകന്മാരല്ലെന്നേ. അവരെ പിന്നെ എങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ എന്ന് വിളിക്കാം, മറ്റവരെയോ അവരെ സഹോദരിമാരെ എന്ന് വിളിക്കാം. അങ്ങനെ വിളിച്ചാലോ വളയൂരി പോവോ? അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ പിന്നെ ഇവർ പിന്നെ എന്നാ പിന്നെ അവരെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണമെന്നേ, ജീവിച്ചു പോകണ്ടേ? അവർ ഈ പ്രവചിച്ചതിൻ്റെ പേരിലും ഈ പറഞ്ഞതിൻ്റെ പേരിലൊന്നും ഈ പ്രവചനപരമുള്ള ആരും 10 പൈസ നയാ പൈസ അതിൻ്റെ പേരിൽ വാങ്ങാനായിട്ട് പെർമിറ്റില്ല. ഈ കൃപാവരങ്ങളൊക്കെ ദാനമായി ലഭിച്ചതാണ്. അത് ദാനമായി കൈകാര്യം ചെയ്യണം. അതേസമയം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതൊരു ഓഫീസാന്ന് പറഞ്ഞു. അവൻ ദൈവത്തിൻ്റെ ദാസനാണ്. അവൻ ഉപജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പുസ്തകത്തിലുണ്ട്. അവൻ ഉപജീവിക്കാനായിട്ട് അവൻ സർവം വിട്ട് ദൈവത്തെ അനുഗമിക്കുന്ന ഒരുവനാണ്. അവൻ എല്ലാം വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു വന്ന ഒരുവനാണ്. അവൻ ദൈവത്തിൻ്റെ നാവാണ്, യഹോവയുടെ വായാണ് അവൻ. അവൻ ദൈവസഭയുടെ നേരെ കൈ ചൂണ്ടുന്ന ഒരുവനാണ്. ഉപദേഷ്ടാവിൻ്റെ കാര്യം നമ്മൾ മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉപദേഷ്ടാവ് എപ്പോഴും ഫ്രെയിം പിടിക്കുന്നവനാണ്. ഫ്രെയിമിലേക്ക് എല്ലാവരെയും കൊണ്ടുവരും, ചട്ടത്തിലേക്ക്. അതുപോലെ തന്നെ പ്രവാചകൻ കൈ ചൂണ്ടും. അവനെ പോറ്റിപ്പുലർത്താൻ അവനെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് കൈകാര്യം ചെയ്തോളും. നമ്മളാരും ടെൻഷൻ അടിക്കണ്ട. അവനെ കെരീത്തിലോ സരൈവാത്തിലോ എവിടെയെങ്കിലും കൊണ്ടുപോയൊക്കെ ദൈവം പോറ്റി പുലർത്തിക്കോളും. അപ്പോൾ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമ സഭയിൽ പ്രവാചകന്മാരുണ്ട്, പ്രവാചകികളില്ല. എഫേസ്യ ലേഖനം 4:11 പറയുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രവാചകികൾ എന്ന് അവിടെ എഴുതിയിട്ടില്ല. അത് പുല്ലിംഗത്തിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പ്രോഫറ്റസിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പുതിയ നിയമസഭയിൽ സുവിശേഷകനുണ്ട്, സുവിശേഷകയില്ല. നിങ്ങൾ എവിടെയെങ്കിലും സുവിശേഷകയെ കാണിക്കുന്നുണ്ടോ? സുവിശേഷം അറിയിക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. അതിനെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്താ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്ന ഏതൊരുവനും സുവിശേഷം അറിയിക്കണം. അവരെല്ലാം മിഷണറിമാർ തന്നെയല്ലേ? അവരിൽ എല്ലാവരിലും സുവിശേഷാത്മാവുണ്ടല്ലോ. എല്ലാവരും സുവിശേഷം അറിയിക്കണം. എന്താ സുവിശേഷം? ഗുഡ് ന്യൂസ് അല്ലേ? തങ്ങളറിഞ്ഞ സത്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുകയാണ് ഗുഡ് ന്യൂസ്. സദ്വർത്തമാനം മറ്റുള്ളവരോട് അറിയിക്കണം. അതല്ലേ അരയോപ കുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് പറഞ്ഞതും, അത്യുന്നതനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അതൊരു ഗുഡ് ന്യൂസാണ്. സുവിശേഷം അറിയിക്കുമ്പോൾ അതിൻ്റെ നിലയിൽ അറിയിക്കണം. എല്ലാവർക്കും അതിനുള്ള ദൗത്യമുണ്ട്. എല്ലാവരുടെ മേലും ആ ദൗത്യം കിടപ്പുണ്ട്. സകലരുടെ മേലും ആ ദൗത്യമുണ്ട്. സുവിശേഷം അറിയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എല്ലാവരും.
പക്ഷേ സുവിശേഷകൻ എന്ന് പറയുന്നൊരു ഓഫീസാണ്, അതൊരു അധികാര കേന്ദ്രമാണ്. അങ്ങനെയുള്ള സുവിശേഷകൻ വരുമ്പോൾ അത് കാടിളക്കിയുള്ളൊരു വരവായിരിക്കും. നമ്മൾ സാധാരണ മനുഷ്യർ പോയി സുവിശേഷം പറയുന്ന പോലെയല്ല അവർ വന്ന് സുവിശേഷം പറയുന്നത്. അതിൻ്റെ പിന്നണിയിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ കരം ചലിപ്പിക്കും. നമ്മൾ സുവിശേഷം പറയുമ്പോഴും ചലിക്കില്ലെന്ന് വെച്ചാൽ ചലിക്കും, അതിലപ്പുറമായിരിക്കും. അത് പട്ടണങ്ങളെ ഇളക്കി മറിക്കുന്ന നിലയിലായിരിക്കും, ദേശങ്ങളെ ഇളക്കി മറിക്കുന്ന നിലയിലായിരിക്കും. അഭിഷേകത്തിൻ്റെ വ്യത്യാസമാണ് അതൊക്കെ കാണിക്കുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ട ആളുകളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന് അതിൻ്റേതായ ഗൗരവമുണ്ട്, അതിൻ്റേതായ ഒരു ഗൗരവമുണ്ട്. ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, അധികാരത്തിൽ നിന്നുകൊണ്ടല്ലേ അവർ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഷോർട്ട് മെസ്സേജിൻ്റെ അടിയിൽ വന്ന കമൻസിനൊക്കെയുള്ളൊരു മറുപടി എന്നോണം ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞങ്ങനെ വിടുകയാണ്. എന്താ പറഞ്ഞു വിട്ടത്? പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഇതും വേണേൽ ഒരു വിവാദമായിട്ട് എടുക്കാം. പുതിയ നിയമസഭയിൽ പ്രവാചകയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിക്കാനായിട്ടൊരു വിഷയം ഞങ്ങൾ തരികയാണ്. പുതിയ നിയമസഭയിൽ പ്രവാചക ഉണ്ടെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധ്യമാവുമെങ്കിൽ പ്രൂവ് ചെയ്യുക. വളരെ കൃത്യമായി അസന്നിഗ്ധമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അതേസമയം പഴയ നിയമത്തിൽ നമുക്ക് പ്രവാചികളെ കാണാം. അവിടെ ഹുൽദ പ്രവാചകിയുണ്ട്, പിന്നെ വേറെ പ്രവാചകിയുണ്ട്, അങ്ങനെ പല പ്രവാചകിമാരെ നമുക്ക് കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഈ 5 വിധ ശുശ്രൂഷയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള നിലയിൽ ആ 12 പേരുടെ ഇടയിൽ ഒരു സ്ത്രീയെ പോലും നമുക്ക് കാണാനില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, പലയിടത്തും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം അവിടെ ഒരു കമൻ്റ് എഴുതി, സ്ത്രീകൾ വിശുദ്ധന്മാരുടെ സഭായോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ലെന്ന്. നമുക്കതിനൊന്നും തർക്കമില്ല, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിനെക്കുറിച്ച് 14-ാം അധ്യായത്തിൽ ചില സൂചനകളുണ്ട്. 14-ന്റെ 34 നമ്മൾ കാണുന്നത്, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, ന്യായപ്രമാണം പറയുന്ന പോലെ കീഴടങ്ങിയിരിപ്പാനല്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. എൻ്റെ ദൈവം, അവിടെ ന്യായപ്രമാണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇനി അത് കേൾക്കുന്ന ആളുകളൊക്കെ നമ്മളെ പരീശന്മാരാക്കുമെന്തോ. നമ്മളെ പരീശന്മാരാക്കുകയാണെങ്കിൽ പൗലോസിനെ ആദ്യം ആക്കേണ്ടവർ. ഇത് പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. ന്യായപ്രമാണം പറയുന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ, അപ്പോൾ അവർ പാട്ട് പാടാനോ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ അവിടം കൊണ്ടല്ല കണ്ടെത്തുന്നത്. അതിന് 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിലേക്ക് വരണം. ഇപ്പം നിർത്താൻ കേട്ടോ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുരുഷന്മാരെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറയുകയാണ്. അതിന് 9-ാം വാക്യം മുതൽ താഴേക്ക് നോക്കുമ്പോൾ സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും പല കാര്യങ്ങളൊക്കെ പറയുകയാണ്. സ്ത്രീകളുടെ ഒരുക്കം എങ്ങനെയൊക്കെ ആയിരിക്കണം, അവരെങ്ങനെയൊക്കെ ഏത് നിലയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അതിന് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. 2 വാക്യങ്ങൾ 11-ഉം 12-ഉം. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടുകൂടെ പഠിക്കട്ടെ. നമ്മുടെ സഹോദരിമാരൊക്കെ എത്ര അനുസരണത്തിൽ മൗനമായിട്ടായിരിക്കുന്നത്. ആരും ഇവിടെ ഒരു കശവിശ ഉണ്ടാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യാഖ്യാനങ്ങൾ 100,000 ഉണ്ട്. കമൻട്രികൾ, ഡിക്ഷണറികളൊക്കെ പരതി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, സായിപ്പന്മാർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എല്ലാവരുടെ വക കമൻട്രികളുണ്ട്. അത് ആ പശ്ചാത്തലത്തിലല്ല, ഈ പശ്ചാത്തലത്തിലല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പലരും പലതും പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലായൊരു ലളിതമായൊരു കാര്യമാണ്, ഏതൊരു സ്ത്രീക്കും താൻ അനുഭവിക്കുന്ന സന്തോഷം, ആത്മീയ സന്തോഷം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഈ വായിച്ച കൊരിന്ത് ലേഖനത്തിലെയും തിമോഥെയോസിൻ്റെ ലേഖനത്തിലെയും വാക്യങ്ങൾ വെച്ച് വിശുദ്ധന്മാരുടെ സഭായോഗത്തിൽ ദൈവവചനം പ്രസംഗിക്കാനോ ഉപദേശിക്കാനോ പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്താനോ അവരുടെ തലമേൽ കൈവയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുന്നില്ല. നമുക്ക് മനസ്സിലാകുന്ന കാര്യം അത്രയേ ഉള്ളൂ. അതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എങ്ങനെ വേണേലും നമുക്ക് കൊണ്ടുപോകാം, എങ്ങനെ വേണേലും കറക്കി കുത്തി കൊണ്ടുപോകാം. അപ്പം ജോയസ് മേയറോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത്. ജോയസ് മേയർ വായി തുറന്ന് പറയുന്നതേ പോഷത്വം ഇവരൊക്കെ ഇടുക. ജോയസ് മേയറെ വെച്ചിട്ടും അമേരിക്കയിലുള്ള പെണ്ണുങ്ങളെ വെച്ചിട്ടും
പിന്നെ ഈ രാജസ്ഥാനിലും കണ്ടൊരു ചെറുപ്പക്കാരിയുണ്ട്. അവളുടെ അപ്പനെ മാമോദീസ മുക്കുന്ന ഈ അടുത്ത ദിവസം ഒരാൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. രാജസ്ഥാനിലെ ജയ്പൂരിലെങ്ങാണ്ടുള്ള ഒരു മിടുമിടുക്കി പാസ്റ്റർ, റൈറ്റ് റവറൻറ്റ് പാസ്റ്ററാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഉന്തിയിടും തള്ളിയിടും എല്ലാം കാണിക്കും പുള്ളിക്കാരിയുടെ സ്വന്തം അപ്പനെ തന്നെ സ്നാനപ്പെടുത്തി വിട്ടു. അതെല്ലാം ദൈവസഭയാണെന്നും അതെല്ലാം പെന്തക്കോസ്ത് കൂട്ടമാണെന്നൊക്കെയാണ് ലോകത്തുള്ള ആൾക്കാരെല്ലാം വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പറ്റം പെന്തിക്കോസുകാർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. രാജസ്ഥാനിൽ ഇതാ ഉണർവ്, നമ്മുടെ സഹോദരി അപ്പനെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു, ഹല്ലേലൂയ മാഗസിനി നമുക്ക് കൊടുക്കാം, എല്ലാം കൊടുക്കാനിരിക്കുകയാണല്ലോ അവർ. അതിനെയൊക്കെ എങ്ങനെ പെന്തക്കോസ്ത് കൂട്ടായ്മയായിട്ട് കൂട്ടും? അതൊക്കെ ക്രിസ്തീയ സഭയായിട്ട് എങ്ങനെ നമ്മൾ പരിഗണിക്കും? അപ്പോൾ ആംഗ്ലിക്കൻ സഭയോ എന്നൊക്കെ ചോദിച്ചാൽ അവരെന്തെങ്കിലും ചെയ്യട്ടെ. അവർ ലെസ്ബിയനെയോ ഗേയോ അവരെ ഇവരെയൊക്കെ ബിഷപ്പോ കത്തനാരോ ആരെങ്കിലുമൊക്കെ ആക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് ഇത് വചനത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ബോധ്യങ്ങളാണ് ഞാനീ പറയുന്നത്. പുതിയ നിയമസഭ റൺ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അതിന് ദൈവം ആക്കി വെച്ചിരിക്കുന്ന 5 വിധ ശുശ്രൂഷകരുണ്ട്. അവർ വിശ്വസ്തയോടെ ശുശ്രൂഷിക്കണം. അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വലിയ ചോദ്യമാവും അത്. ഈ കാലത്ത് അങ്ങനെയൊക്കെയാണോ പാസ്റ്ററെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തല കുനിച്ചു പോകും. അങ്ങനെയൊന്നും ആണെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയാത്തൊരു കാലമാണ്. കർത്താവിൻ്റെ ദാസന്മാർ വിശ്വസ്തരായിരിക്കണം. അങ്ങനെയൊക്കെയാണ് 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ച് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലും നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഇത്രത്തോളം പറഞ്ഞു കൊണ്ടുവന്നത്. ഇവിടെയൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്, സഹോദരിമാരുടെ പങ്കാളിത്തമുണ്ട്. ഈ കാര്യപരിപാടിയിൽ അവരെ ദൈവം ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ചില മേഖലകളിൽ അവർക്ക് അനുവാദം കൊടുക്കുന്നില്ല. അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മിതിയിലാകട്ടെ, മഹാപുരോഹിതൻ്റെ വസ്ത്രത്തിൻ്റെ നിർമ്മിതിയിലാകട്ടെ ഇവരുടെ പങ്കാളിത്തമുണ്ട്. പുരോഹിതന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്ന താമ്രത്തൊട്ടിക്ക് വേണ്ടി അവരാണ് സമർപ്പിച്ചത്. അതിലൊക്കെ അവരുടെ പങ്കാളിത്തമുണ്ട്. പക്ഷേ അവർ വിശുദ്ധ സ്ഥലത്തേക്കോ അതിവിശുദ്ധ സ്ഥലത്തേക്കോ പോയി ഒരു ശുശ്രൂഷ ചെയ്യാൻ അന്നത്തെ കാലത്ത് അനുവാദം കൊടുത്തില്ല. ഇന്ന് കർത്താവ് 12 പേരെ തിരഞ്ഞെടുത്തപ്പോൾ അവിടെ മാർത്തയും മറിയൊക്കെ ഇല്ലായിരുന്നോ? ശോശന്യം ഒക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ കർത്താവിൻ്റെ കൂടെ തന്നെയായിരുന്നെന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. പക്ഷേ ഈ 12 പേരുടെ കൂട്ടത്തിൽ അവരെ ആക്കിയില്ല. എന്നാൽ ശരി, അന്നത്തെ കാലത്ത് അങ്ങനെ പറ്റിയില്ല. ഇപ്പോൾ യൂദ പോയല്ലോ, അതിലേക്ക് നമുക്ക് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയെ ആക്കിയാലോ? മാർത്തയും മറിയും ഉണ്ടല്ലോ, അതിൽ മാർത്തയെ നമുക്ക് കൂടണ്ട, പുള്ളിക്കാരി ഉറക്കം തൂങ്ങിയ. മറിയെ നമുക്ക് യൂദയ്ക്ക് പകരം അവിടെ ആക്കിയാലോ? അതൊന്നും അനുവദിച്ചിട്ടില്ല സഹോദരങ്ങളെ. നിങ്ങൾ എൻ്റെ പുറത്ത് മെക്കെട്ട് കയറിയിട്ട് എന്നാ കാര്യം? അനുവദിക്കാത്ത കാര്യത്തിൽ ഞാനായിട്ട് അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും പോവില്ല. അടിമേടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പാസ്റ്റർക്ക് അത്രയുള്ള വെളിപ്പാടെന്ന് ചോദിച്ചാൽ എൻ്റെ വെളിപ്പാട് ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ വെളിപ്പാട് ഭംഗിയായിട്ട് പറഞ്ഞ് കേൾപ്പിച്ചല്ലോ. ആ സഹോദരിമാരുടെ പങ്കാളിത്തം എന്നാണ് ഞാൻ പറഞ്ഞത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ അവരുടെ പങ്കാളിത്തമാണ് പറഞ്ഞത്. ചെവി തുറന്ന് ശരിക്കും കേൾക്കണം ആളുകൾ. അരയും മുറിയും കേട്ടിട്ട് വർത്തമാനം പറയരുത്. വളരെ കൃത്യതയോടെയാണ് കാര്യങ്ങളെ പറഞ്ഞത്. അതിനിടയിൽ ഒരു പ്രിയപ്പെട്ടവൻ്റെ സംശയത്തിൻ്റെ നിവാരണവും കൂടെ നമ്മൾ നടത്തി. ഫിലിപ്പോസിൻ്റെ പെൺമക്കൾ പ്രവാചകികളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് നമ്മൾ പറഞ്ഞു. അവർ പ്രവചനപരമുള്ള വാത്സല്യ സഹോദരിമാരാണ്. അതുപോലെ തന്നെ കൊരിന്ത്യ സഭയിലും സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് പ്രവചനപരമുള്ളവർ. അവരെല്ലാം പ്രവാചകന്മാരല്ല. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട ജനുസാണ്. പുതിയ നിയമത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ ചില പ്രവാചകന്മാരെ ഒന്ന് പരിചയപ്പെട്ടാൽ, ഒന്ന് ശമൂവേൽ, അടുത്തത് ഏലിയാവ്, പിന്നത്തേതിൽ യോഹന്നാൻ സ്നാപകൻ. ആ 3 പേരെ ഒന്ന് നിരത്തി നിർത്തിയിട്ട് നമ്മളൊന്ന് വചനം പഠിച്ചു നോക്കിയേ. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ എത്ര അത്ഭുതകരമായി ശുശ്രൂഷ ചെയ്തവരാണ്. അവരുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ ആളുകൾ ഭയപ്പെട്ടിരുന്നില്ലേ? ദാൻ മുതൽ ബേർഷേബ വരെ ശമൂവേലിനെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നോ? ഏലിയാവ്, ഇന്നലത്തെ ദിവസം മുഴുവൻ നമ്മൾ ഏലിയാവിനെ കുറിച്ച് ചിന്തിച്ച മനുഷ്യരാണ്. ഇന്നലത്തെ ദിവസം നമ്മൾ ഏലിയാവിനെ കുറിച്ച് ചിന്തിച്ചവരാണ്. വേറിട്ട ഒരു ജനുസാണ് ഏലിയാവ് എന്ന് പറയുന്നത്. അതൊരു ഒറ്റയാൾ പട്ടാളം തന്നെയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകനെ നോക്കിയേ, എന്തൊരു ജനുസാണ് അതൊക്കെ. അതൊക്കെ എന്തൊരു ബ്രീഡാണതൊക്കെ. വല്ലാത്തൊരു ഇനം തന്നെ അതൊക്കെ. അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലാണൊരു പുതിയ നിയമ പ്രവാചകൻ എന്ന് പറയുന്നത്. അത്ര ഭയങ്കരമായൊരു ശുശ്രൂഷയാണ് അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രവാചക സ്വരങ്ങളുണ്ട്, ഇന്നുമുണ്ട്, അവിടങ്ങളിലുണ്ട്. ഒറ്റയും തെറ്റയായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചില സ്വരങ്ങളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നടുവിൽ ഈ കാണുന്ന ആ പാസ്റ്റർ, ഈ പാസ്റ്ററൊക്കെ അങ്ങനെ പ്രവചിക്കുന്നവരെല്ലാം പ്രവാചകന്മാരല്ല. പ്രവചന വരവുള്ളവരാണ് അവരൊക്കെ. അവരൊന്നും പ്രവാചകന്മാരല്ല.
പ്രവാചകന്മാരാണെങ്കിൽ അവരെ ജനം ചവിട്ടിക്കൂട്ടും, പച്ചവെള്ളം കൊടുക്കില്ല, കല്ലേറ് മാത്രമായിരിക്കും അവർക്ക് കിട്ടുന്നത്. നമ്മൾ പ്രവാചകൻ എന്നൊക്കെ പറയുന്ന ആളുകൾ അവൻ 2 നിലയും 4 നിലയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകനാണ് അവന് കിട്ടാൻ പോകുന്ന പൊട്ടക്കിണറായിരിക്കും, അവന് കയ്യാമമായിരിക്കും കിട്ടാൻ പോകുന്നത്. അല്ലാതെ 4 നിലയും 5 നിലയും പണിത് മെഴ്സിഡീസ് ബെൻസിലും BMW അല്ല ദൈവത്തിൻ്റെ പ്രവാചകൻ നടക്കുന്നത്. അല്ല, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താ ടയർ ഊരിപ്പോവെന്നൊക്കെ ചോദിച്ചു വരരുത്. ആ പറഞ്ഞതിനകത്ത് ചില ഗൂഢാർത്ഥങ്ങളും ആത്മീയ അർത്ഥങ്ങളും ഉണ്ട്, മനസ്സിലാക്കിയാൽ മതി. ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനാണ്. അതൊരു അലിവും കൂടാതെ പറഞ്ഞു കളയും അവർ. സഭയെ കറക്റ്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ഇഷ്ടമാണോ? നമ്മളെ തിരുത്തുന്നവരെ നമുക്ക് ഇഷ്ടമാണോ? അപ്പോൾ പ്രവാചകൻ എവിടെയെന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉണ്ട്, സുലഭമായിട്ടില്ല, ഉണ്ട്, നിശ്ചയമായിട്ടും അവിടെ ഇവിടങ്ങളിലുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതുപോലെയുള്ള ധാരാളം പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെയുള്ള ധാരാളം പ്രവാചകന്മാർ ഈ തലമുറയിൽ എഴുന്നേറ്റ് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവസഭയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊന്ന് കടന്നു വന്നാൽ മതി, ജനം വറച്ചു പോവും. ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിച്ചുകൊണ്ടല്ലേ അവർ വരുന്നത്. ഈ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയുള്ളവരെയാ? ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്യാന്ന് പറയും. ന്യൂസിലാൻഡിലുള്ള നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ പോകും. അതാണ് അവരുടെ പ്രവചനം എന്ന് പറയുന്നത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിൻ്റെ കല്യാണം അടുത്ത മാസം നടക്കും, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഒരു സമൂഹത്തെ തിരിക്കുന്ന ഒരു ശുശ്രൂഷയൊന്നും നമ്മൾ ഈ പറയുന്ന ആളുകളുടെ കയ്യിലൊന്നും ഇല്ല. അവർ വന്ന് പ്രവചനം പറഞ്ഞിട്ട് പിന്നെ അവിടെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും. അതേസമയം ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവിനെ നമ്മൾ കാണുകയാണ്. ആഹാബിനോട് ദൂത് പറഞ്ഞിട്ട് സ്വോത്രകാഴ്ചയൊന്നും മേടിക്കാൻ നിൽക്കുകയല്ല, ഒരു പോക്കങ്ങ് പോവുക. അങ്ങനത്തെ പ്രവാചകന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മലയാളക്കരയിൽ എവിടെയെങ്കിലും ഉണ്ടോ? മലയാളക്കരയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ. പിന്നെ പോകുന്ന കെരീത്തിലേക്കാണ്. ആട്ടെ, സമയം ഒത്തിരി പോയി. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് ഒത്തിരി പോകും. അപ്പം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. നമ്മൾ തുടങ്ങിയ സമയം മുതൽ പൊതുവായ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നു. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടും അനുബന്ധമായ കാര്യങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജുമായി ബന്ധപ്പെട്ടുണ്ടായ കൺഫ്യൂഷൻസ് നമ്മൾ ചെറിയ തോതിൽ പരിഹരിക്കാനായിട്ടൊരു പരിശ്രമം നടത്തിയായിരുന്നു. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, നമ്മൾ എന്താണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ ഒന്നുകൂടെ നമ്മൾ വിശദീകരിച്ചു. ഈ മെസ്സേജ് നമ്മൾ പബ്ലിക്കിനായിട്ട് യൂട്യൂബിലേക്ക് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും. അപ്പം സംശയിച്ചവരും കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാത്തവരുമായ ആളുകൾ അവരിത് കേട്ടിട്ട് അവരുടെ ചിന്തകളെ ബോധ്യങ്ങളെയൊക്കെ തിരുത്തുകയാണെങ്കിൽ അവർക്കതൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.